ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 42-ാമത്തെ തിരുവചന പഠനത്തിലേക്കാണ് നമ്മളിന്ന് രാത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. 2025 ജനുവരി മാസം 6-ാം തീയതി ആദ്യത്തെ ഈ തിങ്കളാഴ്ച നമുക്ക് ഒന്നിച്ച് ദൈവസേനയിൽ ബൈബിൾ ക്ലാസ്സുള്ള ബന്ധത്തിൽ കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃകൃപയിൽ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതിൻ്റെ തുടർച്ചയായുള്ള ചിന്തയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായമാണ് അതിനായി നാം ആധാരമായി വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയാക്കുന്നത്. മറിയയുടെയും അവളുടെ സഹോദരിയെയും മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മറിയ, മാർത്ത, ലാസർ ഈ 3 പേരെ കുറിച്ച് എല്ലാ ദൈവമക്കൾക്കും അറിയാവുന്ന 3 വ്യക്തിത്വങ്ങളാണ്. യേശുവുമായി ഒരാൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ കർത്താവുമായി സമ്പർക്കത്തിലാകുന്ന കുടുംബങ്ങൾ അവർ പ്രശസ്തരായി തീരുവാനിടയായിത്തീരും. അവരെ ഒരുപക്ഷെ അപ്രസക്തരും അറിയപ്പെടാത്തവരുമായി, ദാസനെ കുറിച്ചോ കൂടുതലൊന്നും അറിയപ്പെടാത്ത ഒരുവനായിരുന്നെങ്കിൽ ദൈവ സാന്നിധ്യവും ദൈവകൃപയും യേശു ക്രിസ്തുവും ഒരു ഭവനത്തിൽ എത്തിയപ്പോൾ അവിടെ വന്ന മാറ്റം, ദാസന്റെ പേര് അത് ദൈവവചനത്തിലെ താളുകളിൽ എഴുതപ്പെടുവാനിടയാത്തും ആ കുടുംബത്തിന്റെ പേരിൽ എഴുതപ്പെടുവാനിടയാത്തും. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ബേഥാനിയ ഏതായിരുന്നു എന്നുള്ളതും ഇത് ഒലുമലയുടെ താഴ്വരയിലുള്ള ബേഥാനിയാണെന്നും യഹൂദദേശത്തുള്ള ബേഥാനിയിൽ യേശു ശുശ്രൂഷ ഏൽക്കുന്ന യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച സ്ഥലത്ത് യേശു ചെന്ന് പാർത്തു. അവിടേക്ക് പോകുവാൻ കാരണം യഹൂദന്മാർ യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, പിതാവിനോട് സമത്വമുള്ളവനാണെന്ന് പറഞ്ഞപ്പോൾ അവനെ കൊല്ലുവാൻ വേണ്ടി തീരുമാനിച്ച് കല്ലെറിയുവാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ യേശു അവിടം വിട്ട് യോർദാനക്കരയുള്ള ബേഥാനിയിൽ പോയി താമസിച്ചു എന്നാണ് നമുക്ക് കഴിഞ്ഞ സ്നേഹത്തിൽ പാടിയാത്തത്. എന്നാൽ ഈ യോർദാനിക്കരയുള്ള ഒലിവുമലയും യെരുശലേമിനും അടുത്തുള്ള ബേഥാനിയിലാണ് ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനമുണ്ടായിരുന്നത്. ആ ഭവനത്തിലാണ് യേശു കടന്നുപോയി അവിടെ ദൈവവചനം പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ആരംഭം എന്നുള്ളത് ലൂക്കോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് ഈ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ യേശു എത്തിയതിനെ കുറിച്ചുള്ള സന്ദർഭത്തിൻ്റെ തുടക്കം അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവർ യാത്ര പോകുകയും അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അവളോട് അപകരിക്കുകയുമില്ല. യേശു കർത്താവ് ഇവിടെ പറയുന്ന സമയത്ത് ലാസറിനെ കുറിച്ചുള്ള യാതൊരുമായ പരാമർശങ്ങളും അവിടെ പറഞ്ഞിട്ടില്ല. കർത്താവ് യാത്ര പോകുകയും അവൻ പോകുന്ന യാത്രയിൽ മാർത്തയാണ് യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. കർത്താവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചവരുടെ അടുത്തേക്ക് കർത്താവ് പോയിട്ടുണ്ട്. അങ്ങനെ ക്ഷണിക്കാൻ ഒരു പ്രേരണ ഉണ്ടായവരെ ആണ് അവൻ്റെ അടുത്തേക്ക് ദൈവാത്മാവായി വിട്ടിട്ടുള്ളത്. നമുക്കറിയാം, കാണാൻ ആഗ്രഹിച്ച് കൊതിച്ച സക്കായി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, വിചാരിച്ചതല്ല യേശു തൻ്റെ ഭവനത്തിൽ വരുമെന്നുള്ളത്. അവന് യാതൊരുവിധമായ യോഗ്യതയോ അങ്ങനെയുള്ള വിചാരമോ ഇല്ലായിരുന്നു. എന്നാൽ യേശുവിന് ഒരാളുടെ ഹൃദയം കണ്ട് യേശുവിനെ സ്നേഹിക്കുന്ന ഒരുവനെ കണ്ടാൽ
നിശ്ചയമായിട്ടും അവൻ കൂടെ വന്ന് വസിക്കുന്നവനാണ്. ഇന്ന് രാത്രിയിലും ക്രിസ്തുയേശുവിൻ്റെ സഖിത്വമുണ്ടാകുന്നത് അവൻ നമ്മുടെ ഹൃദയം കാണുമ്പോൾ, അവനെ അക്ഷയമായി സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സഖിത്വം ഉണ്ടാകുന്നത്. യഹോവഭക്തന്മാർക്ക് തൻ്റെ സഖിത്വമുണ്ടാകും എന്നുള്ള വചനപ്രകാരം ദൈവം സ്നേഹിക്കുന്നവരെ, അവരെ യേശുവിനെ യഥാർത്ഥമായി സ്വീകരിക്കുവാൻ ആത്മാർത്ഥമായ സ്നേഹമുള്ളവരെ കർത്താവ് തിരിച്ചറിയുകയും ആ ഭവനത്തിലേക്ക് കർത്താവ് വരികയും ചെയ്യുന്നത് പോലെ ഈ മാർത്തയ്ക്ക് യേശുവിനെ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പോൾ അവൾ ആഗ്രഹിച്ചത് വലിയവനായിരിക്കുന്ന കർത്താവ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തനായിരിക്കുന്ന വ്യക്തി ഈ വഴിയോടെ പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകുന്നത് എനിക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അതുകൊണ്ട് അവൾ കാത്തു നിന്ന് യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവൾ വീട്ടിൽ കൈക്കൊണ്ടു. എന്നാൽ അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് ഈ മാർത്തയ്ക്ക് പുറമെയുള്ള സാഹചര്യങ്ങളുടെ ബന്ധത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൾ ഏത് കാര്യത്തിലും ഒരു സാമൂഹ്യമായ ജീവിതത്തിലുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ വലിയ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ കാഴ്ചപ്പാടുള്ള സ്ത്രീയായിരുന്നു മാർത്ത. അതുകൊണ്ടാണ് യേശു ആ വഴിക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം, നീ ഒന്ന് എത്തണം, അതിഥിയായിട്ട് എൻ്റെ ഭവനത്തിലൊന്ന് കയറണം എന്നുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷ യേശുവിനെ അറിയിച്ചത്. അതുകൊണ്ടാണ് യേശു വീട്ടിൽ കൈക്കൊണ്ടെന്നാണ് പറഞ്ഞത്. യേശു അവിടെ ചെന്ന് കയറിയല്ല ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ആ സമൂഹത്തിൽ അവൾ വളരെ പ്രതിബദ്ധതയുള്ളവളായിരുന്നു. പ്രധാനപ്പെട്ട ഒരാൾ അവിടെ വരുമ്പോൾ അവരെ വീട്ടിലോട് ക്ഷണിക്കണമെങ്കിൽ അവളുടെ വീട് അതുപോലുള്ള വീടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവൾക്ക് അതിനുള്ളതായിട്ടുള്ള ഒരു യോഗ്യത അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ക്ഷണിക്കണമെങ്കിൽ അതിന് തക്കതായ യോഗ്യത വേണം. എന്നാൽ സക്കായിക്ക് അങ്ങനെയുള്ള യോഗ്യതയില്ല. അവനറിയാം അവൻ തളർന്നവനാണ്, കുറഞ്ഞവനാണെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷേ യേശു അവൻ്റെ ഭവനത്തിൽ പോയി. ഇവിടെ പറഞ്ഞത് ഈ പലപ്പോഴും ഈ മാർത്തയും മറിയയും ഒക്കെയുള്ള ഈ വീടിനെക്കുറിച്ചും പഠിപ്പിക്കുമ്പോഴൊക്കെ പലരും തെറ്റായ രീതിയിലാണ് പഠിപ്പിച്ചു വയ്ക്കാറുള്ളത്. അതിനെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ മാർത്തയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, അവൾ കുടുംബകാര്യത്തോടുള്ള ബന്ധത്തിൽ, ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഒരാളെ സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം മുൻപന്തിയിലായിരുന്നു മറ്റെല്ലാവരെക്കാളും. അതുകൊണ്ടാണ് മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടത്. ദൈവനം എഴുതുമ്പോൾ അതിൻ്റെ പിമ്പിൽ ചില രഹസ്യങ്ങൾ കൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, പലരും ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആതിഥ്യ മര്യാദ ചെയ്യാൻ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപക്ഷെ കഴിവ് കാണത്തില്ല. ചിലർ അതിൻ്റെ അകത്ത് വളരെ ആക്റ്റീവായിരിക്കും, വളരെ താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് അതങ്ങനെ അത്ര താല്പര്യം കാണത്തില്ല. അപ്പോൾ ഇവളുടെ ഈ ഹോസ്പിറ്റാലിറ്റി മെൻറ്റാലിറ്റി അഥവാ ആതിഥ്യ മര്യാദയുള്ള യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവനെ വീട്ടിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നിശ്ചയമായിട്ടും അവൾക്ക് ആ ഒരു പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു ഉള്ളിൻ്റെ അകത്തൊരു സ്നേഹമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ യേശു എന്ന് വരണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ആതിഥ്യ മര്യാദയുള്ള ഒരുവളായിരുന്നു മാർത്ത. മാർത്തയുടെ ഭവനത്തിൽ ഉണ്ടായിരുന്ന അവളുടെ സഹോദരിയായിരിക്കുന്ന മറിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൾ യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുന്നവളായിരുന്നു. രണ്ട് വ്യത്യാസമാണ്. ഒന്ന്, രണ്ടുപേരും നല്ല സ്ത്രീകളാണ്, സഹോദരിമാരാണ്, വളരെ ആത്മാർത്ഥമായി ജീവിക്കുന്നവരാണ്. പ്രത്യേകത എന്ന് പറയുമ്പോൾ യേശുവിനെ പുറമെയുള്ള ഒരു വ്യക്തിത്വമായി മനസ്സിലാക്കിയാണ്, എന്ന് പറഞ്ഞാൽ ഭൗമികമായിട്ടുള്ള ബന്ധത്തിൽ ആണ് മാർത്ത വീട്ടിൽ കൈക്കൊണ്ടത്. ഉന്നതനായിരിക്കുന്ന വ്യക്തിയെ അവൾ സ്വീകരിച്ചു. എന്നാൽ യഹൂദന്മാർ റിജക്റ്റ് ചെയ്യുന്ന, തള്ളിക്കളയുന്ന, വളരെ ദീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന അന്നത്തെ സമൂഹത്തിൽ അവൾ അതിനെ ഭയപ്പെട്ടില്ല. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, യേശുവിനെ ആരെങ്കിലും കൈക്കൊണ്ടാൽ, സ്വീകരിച്ചാൽ പള്ളി പ്രശ്നമാകണമെന്നുള്ള നിയമമുള്ള ഒരു കഠിന സാഹചര്യത്തിലാണ് മാർത്ത എന്തും വരട്ടെന്ന് വിചാരിച്ചുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ടത്. ഇവിടെയാണ് ഇവിടെ പ്രത്യേകത. ഇവിടെ വിളിക്കുമ്പോൾ അത് രോഗിയെ കിടക്കുന്നില്ല. പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും യേശുവിനെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ വീട്ടിൽ വരണമെന്ന് പറയുന്നതൊക്കെ അവിടെ ഒരു അത്യാസന്നമായിരിക്കുന്ന ഒരു നിലവാരത്തിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ യേശു വന്ന് സൗഖ്യമാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുള്ളിടത്താണ് അങ്ങനെയുള്ളവർ വിളിച്ചിരുന്നത്. ഞാൻ ഇന്ന് രാത്രിയിൽ മാർത്തയെക്കുറിച്ച് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ചിന്തയ്ക്കൊരു മാറ്റം വരുത്താൻ വേണ്ടി, അതങ്ങനെ എല്ലാവരും ഒന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ദൈവാത്മാവൻ. നമ്മളൊക്കെ പലപ്പോഴും പുറമേ ഉള്ളത് മാത്രമേ നോക്കുകയുള്ളൂ. എന്നാൽ ദൈവമാണ് അകത്തെ കാണുന്ന, അകം കാണും. നമ്മളിവിടെ
ലാസർ ദീർഘമായി കിടക്കുന്നതുകൊണ്ടൊന്നല്ല വിളിച്ചത്. അവിടെ ആരും രോഗിയല്ല, ആ സമയത്ത് ഒരു പ്രശ്നമില്ല. ആ വീട് വെൽറ്റുടുവാണ്, ഒരു പ്രശ്നമില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത ഒരു വീടാണ് അവളുടെ വീട്. പക്ഷേ അവൾക്കറിയാം എൻ്റെ സഹോദരിക്ക് വചനമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളയാണ്, താല്പര്യമുള്ളയാണ്. അപ്പോൾ സഹോദരി അറിയാമല്ലോ, വീട്ടിൽ താമസിച്ച സഹോദരി അറിയാമല്ലോ. അപ്പോൾ അവൾ വിചാരിച്ചു യേശു നന്നായി പ്രസംഗിക്കുന്ന, വചനം പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുവരണം. മറിയ വന്നിട്ടില്ല, മറിയ വീട്ടിലിരിക്കുക. വിചാരിക്കുന്ന അവൾ വളരെ സ്പിരിച്വലി താല്പര്യമുള്ളതാണ്, അവൾ വളരെയധികം ആത്മീയമായി കാഴ്ചപ്പാടുള്ളവളാണ്. അപ്പം സഹോദരി മാർത്ത, ഞാൻ പറഞ്ഞല്ലോ, ആതിഥ്യമര്യാദയുള്ള അന്നത്തെ ആ ചുറ്റുപാടിൽ വളരെയധികം സ്നേഹവും കരുതലുമുള്ള ഒരു വ്യക്തിയായിരുന്നു മാർത്ത. മറിയയെ സംബന്ധിച്ച് മറിയക്ക് അത് ഇല്ലെന്നല്ല, പക്ഷേ അവൾ എല്ലാറ്റേക്കാൾ ഉപരിയായി ദൈവത്തോടും ദൈവജനത്തോടുമുള്ള കൂടുതൽ അറിയാനുള്ള വാഞ്ചയോടും ആഗ്രഹത്തോടും ഇരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മറിയ എന്നുള്ളത്. ഇപ്പം ഇവളുടെ മാർത്തയുടെ പ്രധാന ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല, ഈ എൻ്റെ സഹോദരി അടുത്ത് യേശു ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ചിന്തയോടെയാണ് യേശുവിനെ ഇവള് ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവരുടെ വചനം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന നിലവാരങ്ങൾ. ഒന്ന്, പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിരിക്കുന്ന സ്നേഹമുള്ള ആതിഥ്യമര്യാദയുള്ള മാർത്ത. മറുഭാഗത്ത് മറിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ളവളാണ്. എന്നാൽ അവൾക്കത് ഇല്ലെന്നല്ല, ആതിഥ്യമര്യാദയില്ലെന്നോ അത് സ്വീകരിക്കത്തില്ലെന്നല്ല, പക്ഷേ വളരെയധികം വചനപരമായിട്ടുള്ള താല്പര്യത്തോടു കൂടി, എന്ന് പറഞ്ഞാൽ അന്ന് ലഭിച്ചിരുന്ന എല്ലാ ദൈവവചന ടീച്ചിങ്ങുകളെയും ഉൾക്കൊള്ളുവാനുള്ള മനോഭാവത്തോടു കൂടി കാത്തിരിക്കുന്നവളായിരുന്നു മറിയ. കർത്താവിന് അവളുടെ ഹൃദയത്തെ ദൂരമേ മനസ്സിലാക്കാൻ സാധിച്ചു. ഇവൾ വീട്ടിലിരുന്ന്, മറിയ വീട്ടിലിരുന്ന് വചനം കേൾക്കാനുള്ള താല്പര്യത്തോടെ, നീ വചനം കേൾക്കാൻ താല്പര്യമുണ്ടല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നവളെ അവിടെ അടുത്തേക്ക് യേശുവിനെ കൊണ്ടുവരാനുള്ള ഒരു മാധ്യമമായിട്ടാണ് മാർത്തയുടെ മാറിയത്. അപ്പോൾ കഥാനറിയാം, ഞാൻ പറയുന്ന വചനങ്ങളെ ഉൾക്കൊള്ളുവാൻ കാത്തിരിക്കുന്ന, വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയമുള്ള ഒരു മറിയ ആ ഭവനത്തിലുണ്ട്. അപ്പം അവിടേക്കാണ് യേശു ചെല്ലുന്നത്. ഇന്ന് രാത്രിയിലും യേശുവിനെ കേൾക്കുവാൻ, അവനെ കാണുവാൻ, അവനുമായി ആ ജീവിതത്തിൽ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഒരുക്കപ്പെടുവാൻ ഇടയെത്തരും, അവിടേക്ക് യേശു എത്തിച്ചേരാൻ. ഈ ഗ്രാമത്തിലൂടെ പോയപ്പോൾ കർത്താവ് മുന്നമേ കണ്ടതാ മറിയ അവിടെ ഇരിക്കുന്നതും അവിടെ ആഗ്രഹത്തെ ദൈവം കണ്ടതാ. മാർത്തയെ ദൈവം പ്രേരിപ്പിച്ച് അവളെ വെളിക്കൊണ്ടുവന്ന്, കാരണം അവളാണ് ആക്റ്റീവായിട്ട് സ്വീകരിപ്പാനും വീട്ടിൽ കൈക്കൊള്ളാനൊക്കെ മിടുക്കിയായിട്ടുള്ളൂ. അവളെ ദൈവം ഉപയോഗിച്ചു. മറിയയുടെ അടുത്ത് യേശു ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, കർത്താവ് വന്നപ്പോൾ തന്നെ അവിടെ വചനത്തിൻ്റെ സൗരഭ്യം അവിടെ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ക്രിസ്തു വന്നപ്പോൾ സൗരഭ്യവാസനയായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്നവരുടെയിലും മരിച്ചു പോകുന്നവരുടെയിലും ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നത് പറഞ്ഞതുപോലെ, സൗരഭ്യവാസനയാകുന്ന യേശുവിൻ്റെ വായിലെ വാക്കുകൾ അത് ആ മുറിക്കുള്ളിൽ, ആ വീടിനുള്ളിൽ അത് വ്യാപരിപ്പാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം അവിടെ നിലനിന്നതുകൊണ്ട് മറിയയ്ക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അതാണ് അവൾ കാൽക്കൽ തന്നെ ഇരുന്നത്. നമുക്കറിയാമല്ലോ, നല്ലൊരു ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയത്തില്ല. അവള് ഈ മറിയയുടെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വായിൽ നിന്ന് വരുന്ന ആ ലാവണ്യ വാക്കുകൾ, വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഹൃദയത്തിൻ്റെ അകത്ത് അതുമായൊരു ബന്ധമുണ്ടായതുകൊണ്ട് അവൾ എവിടെയാണെന്ന് പോലും അറിയാതെ ദൈവപാതയുടെ ഇരുന്ന് അവൾ ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുകൊണ്ട് സന്തോഷിക്കുന്ന സമയത്താണ് ഈ മാർത്ത വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക് വരുന്നത്. അപ്പോൾ ഈ മാർത്ത നോക്കുമ്പോൾ അവൾ യേശുവിനെ എങ്ങനെ, എത്ര മേത്രമായ രീതിയിൽ അവനെ ഒന്ന് ശുശ്രൂഷിക്കണം, എന്താഹാരമുണ്ടായി, അങ്ങനെയാണല്ലോ നമുക്കറിയാം. ഒരാൾ നല്ലൊരു വ്യക്തിത്വം വരുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ചെയ്യാൻ വേണ്ടി അവർ വീട്ടുകാർ പരിശ്രമിക്കും. ഇതിപ്പം അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ഇവള് വല്ലാതെ ഭാരപ്പെടുകയാണ്. എന്താണ് യേശുവിന് കൊടുക്കേണ്ടത്, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഇവൾ ചെയ്യുമ്പോൾ മറിയ ഇതൊന്നും കണ്ടിട്ട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അവളിതെല്ലാം മറന്നുപോയി. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൾക്ക് ഭക്ഷണം വേണ്ട, അവളൊന്നും ചിന്തിച്ചില്ല. യേശു വെള്ളം കുടിച്ചു ഒന്നും ചിന്തിച്ചില്ല, കൂടെ വന്നവരെ നോക്കിയില്ല. കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ അവൾ അതിൽ അങ്ങ് ലയിച്ച്
ആ വചനവുമായി ബന്ധപ്പെട്ടിരിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ മാർത്തയ്ക്ക് തോന്നി, ഞാനിങ്ങനെ ഇത്രയും ഓടി നടന്നെല്ലാം ചെയ്യുന്നല്ലോ, എന്തിനു വേണ്ടി ചെയ്യുന്നത്? എൻ്റെ കർത്താവിന് കൊടുക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം, ഒരു ജോലി ചെയ്യേണ്ട ചുമതല ന്യായമായിട്ടും മറിയയ്ക്ക് കൂടി ഉള്ളതാണ്. കാരണം ഞാൻ തന്നെ ചെയ്താൽ പോരല്ലോ. അപ്പം ആ ഒരു ചിന്തയിലൂടെയാണ് ഒന്ന് യേശുവിനടുത്ത് പറയുകയാണ്, നിനക്ക് വിചാരമില്ലേ ഞാനിങ്ങനെ ഞാൻ വളരെ ശുശ്രൂഷ കൊഴുങ്ങിയിട്ട് അവിടെ അവസാനം സഖി കിട്ടും. നമുക്കറിയാമല്ലോ, വീട്ടിൽ രണ്ടുപേരുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ ഒരാൾ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, വന്ന ആളുമായിട്ട് മറ്റൊരാൾ കിടന്ന് ഓടി നടന്ന് വല്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഓടി വന്നു കഴിഞ്ഞാൽ ആൾക്ക്, പ്രത്യേകിച്ച് മാർത്തയുടെ സ്വഭാവങ്ങളത്തിന് അവളത് ഉള്ളതുപോലെ എന്ന് പറയുന്നതാണ്. ഇവിടെ നോക്കിയപ്പം ഇത് അവിടെ ഉത്തരവാദിത്തമാണ് യേശുവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതും. എന്നാൽ മറിയ ഇതൊന്നും കണ്ടില്ല എന്നുള്ള രീതിയിലായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ഇവിടെ അടുത്ത് വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൾ പറഞ്ഞിട്ട് പറയുകയാണ്, സഹോദരി, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് ചോദിക്കുക. നിനക്കതിൽ വിചാരമില്ലേ? എന്നെ തനിച്ച് വിട്ടതിൽ നിനക്ക് വിചാരമില്ലേ? ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നതാണ് ചോദിച്ചത്. ആ ചോദ്യവും യേശുവിൻ്റെ ഉത്തരവും അവളുടെ മനസ്സിനെ മാറ്റി, മാർത്തയെ മാനസാന്തരപ്പെടുത്തി. മാർത്തയ്ക്ക് എന്താണ് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കേണ്ടതെന്താണെന്ന് കർത്താവ് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി മാർത്തയുടെ ജീവിതവും മാറ്റപ്പെടുവാനിടയത്തെന്നാണ് തുടർന്നുള്ള സംഭവങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. യേശു അവളോട് പറഞ്ഞു, എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് കർത്താവ് നീ ഒന്ന് പറഞ്ഞാട്ടെ, ഈ എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി എൻ്റെ സഹോദര സഹായി. ന്യായമായ കാര്യമാണ്. അന്യായമായ കാര്യമൊന്നുമല്ല. എനിക്കും ഇരിക്കണമെന്നുണ്ട്, എനിക്കും ഇരുന്ന് ഈ ക്ലാസ് കേൾക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഇത് താല്പര്യമുണ്ട്. പക്ഷേ ഈ വീട്ടിലെ പണിയെല്ലാം നോക്കുമ്പോൾ എനിക്കിങ്ങനെ സമയം കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇവളോട് വന്ന് എന്നെ സഹായിക്കട്ടെ, എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കാമെന്നുള്ള അർത്ഥത്തിലായിരിക്കും അവൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൾ എന്നെ സഹായിച്ചാലും എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. പറഞ്ഞാൽ മാർത്തയെ എന്ന് പറയുമ്പോൾ യേശു 2 പ്രാവശ്യം ഒരു വ്യക്തി എടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ വിളിയാണ്. മാർത്തയെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ യേശു വഴക്ക് പറയുകയോ അവളെ ചെറുതാക്കി കാണിക്കുകയല്ല ചെയ്യുന്നത്. കർത്താവ് അവളുടെ മനസ്സ് കണ്ടു. അവളുടെ ആ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പറയുക, മാർത്ത എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ യേശു അവളെ വിളിച്ചു. രാത്രിയിലും നമ്മൾ പലതും യേശുവിനോട് പറയാറുണ്ട്, കർത്താവേ, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ കുഴുങ്ങിപ്പോകുന്നുണ്ട്, ഞാൻ ഭാരപ്പെടുന്നുണ്ട്, ഞാൻ വല്ലാതെ ആയിത്തീർന്നിട്ടുണ്ട് എന്ന് കർത്താവോട് പറയുമ്പോൾ കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിക്കും. അവൻ ആവർത്തിച്ച് വിളിക്കുന്നത് മാർത്തയെ എന്ന് വിളിച്ചത്. എൻ്റെ അർത്ഥം ആ സ്നേഹം വെളിപ്പെടുത്തുക. യേശു അവളുടെ സ്നേഹം വെളിപ്പെടുത്തും. നമ്മൾ വിചാരിച്ചത് യേശു ഇവിടെ അവളെ വഴക്ക് പറഞ്ഞു, അതൊക്കെ അല്ല, വഴക്കല്ല പറഞ്ഞത്. മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ഒരു കഥ പറഞ്ഞു, നിന്റെ മനസ്സ്, യേശു പ്രവാചകനാണ്, പ്രവാചകന്മാരിൽ പ്രവാചകൻ, രാജാക്കന്മാരിൽ രാജാവ്, ദേവന്മാരിൽ ദേവൻ, ഹൃദയങ്ങളെ സൃഷ്ടിച്ചവൻ, സകലവും അറിയുന്ന യേശു അവളുടെ ഉള്ളു നോക്കി പറഞ്ഞു, നിന്റെ ഹൃദയം കണ്ടിട്ട് എനിക്കറിയാം, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഈ മനം കലങ്ങാൻ കർത്താവ് പറഞ്ഞ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മനസ്സ് കലങ്ങാൻ കാരണം പലതിനെ ചൊല്ലിയുള്ള വിചാരങ്ങളാണ്. ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ട് ഇങ്ങനെ അത് ഭയപ്പെടുമ്പോൾ എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു, കലങ്ങും. പിന്നെ നമുക്ക് ഉറയ്ക്കാൻ പറ്റത്തില്ല, പിന്നെ ആകെപ്പാടെ കലങ്ങിപ്പോയി. കഷ്ടകാലത്തിൽ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. അതാ പറഞ്ഞു, നിന്റെ മനസ്സ് വല്ലാതെ ആയിത്തീർന്നിരിക്കുക. നീ വല്ലാതെ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിനക്കൊരു മാറ്റം ആവശ്യമാണ്. നീ വല്ലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്താ പറഞ്ഞു, നിനക്കൊരുപാട് ചിന്തകളാണ്, ഭാരങ്ങളാണ്. കാരണം ഇത് മുഴുവൻ ഭൗമികമായിട്ടുള്ള ചിന്തയാണല്ലോ. അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നീ മനം കലങ്ങിയിരിക്കുക. അതാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും ഒക്കെ ഓടി നടക്കുന്നവർക്ക് ഒരുപാട് ചിന്തകൾ വരും, വിചാരം വരും. ഇതെല്ലാം അവരുടെ മനസ്സിലെ വിചാരങ്ങളാ. എന്താ പറഞ്ഞു, നിനക്ക് മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു. എന്താ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇത് ഇപ്പോഴൊന്നും കിട്ടുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ.
ഈ വചന പഠനവും ഇതൊന്നും എപ്പോഴും കിട്ടുന്നില്ല. ആഹാരം എപ്പം വേണം വാങ്ങിച്ച് കഴിക്കാം. എന്നെ ശുശ്രൂഷിക്കാനൊക്കെയുള്ള സമയം കാണും, പക്ഷേ എപ്പോഴും കിട്ടുന്നതല്ല. ഒന്നും മതി, അതാ പറഞ്ഞ് ഒരൊറ്റ കാര്യം മതി, ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപകരിക്കുകയില്ല ചെയ്യുമില്ല. അപ്പൊ കഥാ പറഞ്ഞു, ഈ മറിയ ഉണ്ടല്ലോ, അവള് നിന്റെ സഹോദരി, അവൾ നല്ല അംശമാണ് തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞാൽ അന്നേരം ലഭിക്കാൻ പറ്റുന്നത് അവൾ പ്രാപിച്ചെടുക്കുകയാണ്. കാരണം അതുപോലെ സാഹചര്യം ഇനി അവൾക്ക് ലഭിക്കത്തില്ല. യേശുവിൻ്റെ ശുശ്രൂഷയുടെ 3.5 വർഷത്തിൻ്റെ സമയത്തിൽ അങ്ങനെ ഒരു സമയം അവിടെ വീട്ടിൽ ഒരുക്കപ്പെട്ടപ്പോൾ കഥ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ചോറോ കറികളോ നീ ഒരുക്കുന്നൊന്നുമല്ല വേണ്ടിയത്, അതല്ല ആവശ്യം. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ, അത് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം അവൾക്കുണ്ടായി. മറിയ അതാണ് തിരഞ്ഞെടുത്തത്. അവർക്കറിയാം യേശു വന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം അത് ലഭിക്കത്തില്ല, അതിൻ്റെ മുഴുവൻ പ്രയോജനം ലഭിക്കത്തില്ല. അവൾ ആ സമയം നല്ല അംശം എന്ന് പറഞ്ഞാൽ മുഴുവനും അവൾ അത് പ്രയോജനപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ മനസ്സ് തകർന്ന് ഓടി നടക്കാതെ നീയും അടുത്തിരിക്കെ, നീ വചനം കേൾക്ക്, ബാക്കിയുള്ളതൊക്കെ തനിയെ ആയിക്കൊള്ളും. അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഭൗമിക വിഷയം ഓർത്തുകൊണ്ട് ഓടി നടന്നാൽ ആത്മീയതയിൽ നമുക്കൊരിക്കലും സമയം കിട്ടത്തില്ല. നമ്മളെപ്പോഴും തിരക്കായിരിക്കും, നമുക്കൊന്നും തീർക്കാൻ പറ്റത്തില്ല. പറഞ്ഞില്ല, ഇവിടെ ആഹാരം ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടി കണ്ടെന്ന് കഥ പറഞ്ഞു. അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ടെന്നേ, അല്ല നിനക്ക് വാങ്ങിക്കാം, നിനക്കത് ചെയ്യാം. പക്ഷേ നിന്റെ ഭവനത്തിൽ ഞാൻ വന്നപ്പോൾ നിനക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അസുലഭമായ സന്ദർഭമാണിത്. അത് നിന്റെ സഹോദരി പ്രയോജനപ്പെടുത്തിയെടുക്കുമ്പോൾ നീയും അത് പ്രയോജനപ്പെടുത്തിയെടുക്കും. ഇന്നും ഈ ലോകത്തിൽ നിരവധി സമയങ്ങൾ ദൈവം ഒരു കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാവരും അത് സ്വീകരിക്കാറില്ല. ഒരു കുടുംബത്തിലുള്ള, ഒരു സഭയിലുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം തരുന്ന പല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് പലരും കുഴഞ്ഞും മനം കലങ്ങിയും പല ആവശ്യങ്ങൾക്കായി ഓടി നടക്കുന്നതുകൊണ്ട് ആ നടക്കുന്ന സമയത്തെ കാര്യങ്ങൾ അതിൻ്റെ ആ നന്മ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതും ദുഃഖകരമായ വസ്തുതയാണ്. നമുക്ക് നാളെ ഒരു പക്ഷേ കിട്ടത്തില്ലത്. ഇന്ന് ലഭിക്കുന്നത് ഇന്ന് ലഭിക്കുവാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, യേശു വന്നപ്പോൾ മറ്റെന്തിനേക്കാളും യേശുവിനെ ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എത്ര ഭാഗ്യമായ കാര്യമാണ്. അപ്പോൾ യേശു വന്നു കഴിഞ്ഞാൽ അവിടെ അവൻ സംസാരിക്കുന്നത് കേൾക്കാനാണ് താല്പര്യം കൊടുക്കേണ്ടത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വലതിനെ കുറിച്ച് നമ്മളൊക്കെ വിചാരപ്പെട്ട് മനം കലങ്ങുന്നവരാണ്. അല്ലെങ്കിൽ ശത്രു നമുക്ക് ഇട്ട് തരും, ഓരോ കാര്യം ഇട്ട് തരും. നമ്മളങ്ങനെ ചിന്തിച്ച് നമ്മൾ അങ്ങ് ആദിയായി മാറും. അങ്ങനെ വരുമോ, ഇങ്ങനെ വരുമോ, അങ്ങനെ പോകുമോ, ഇങ്ങനെ പോകുമോ എന്നൊക്കെ അങ്ങ് ചിന്തിക്കും. ഇങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ കഥ പറയും, വചനത്തെ മുറുകെ പിടിക്കുക. നീ ലോക ജീവിതത്തിൽ നീ എന്നും ആടി ഉളരുന്നവളായി, മനസ്സ് കലങ്ങി മനം കലങ്ങി വിചാരപ്പെട്ട് അടക്കേണ്ടവളാണ്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മറിയ നല്ല അംശം തിരഞ്ഞെടുക്കുക. അവളെ ഉറപ്പിച്ചു നിർത്തുന്ന വചനം അവള് സ്വീകരിച്ചു വെക്കുക. അത് നീയും പ്രാപിച്ചു വെച്ചു എങ്കിൽ മാത്രമേ നിനക്കും നിലനിൽക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞു, നിന്റെ സഹോദരി ഇപ്പൊ നീ മനം കലങ്ങി ഓടി നടക്കുന്നതിന്റെ കാരണം നിന്റെ അകത്ത് വചനം വസിക്കുന്നില്ല. നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം, വാക്തത്വം, അല്ലെങ്കിൽ ഭാവി കാലത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ എന്താണ് സംഭവിക്കും, മനുഷ്യ ജീവിതം എന്താണ്, മനുഷ്യന്റെ ജീവിതം എന്താണ്, മരണം എന്താണ്, പുനരുത്ഥാനം എന്താണെന്നാണ് യേശു അവിടെ സംസാരിക്കുവാൻ വേണ്ടി എത്തിയത്. അതാണ് അവിടെ നടന്ന ക്ലാസ്സുകൾ എന്നുള്ളതാണ് നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ വന്നത് നിന്റെ ചായ കുടിക്കാൻ വേണ്ടി വന്നതല്ല, നീ അതൊക്കെ ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ അവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ചില മാർമികമായിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടിയാ. അത് വെളിപ്പെടുത്തുമ്പോൾ നീയും ഇത് കേൾക്കണം, ഓടി മനം കലങ്ങി നടക്കരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് അവൾ അനുസരിച്ചു. ഇപ്പോൾ കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞത്, അവളെ എഴുന്നേറ്റ് വന്ന് ശുശ്രൂഷിക്കാനാ പറയാൻ യേശുവോട് പറഞ്ഞെങ്കിൽ യേശു പറഞ്ഞു, നീ ഇതാ ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ നിശ്ചയമായിട്ടും ഈ മാർത്തയും യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമുക്ക് തുടർന്നുള്ള ഈ ലാസറിന്റെ മരണസമയത്തിന് ശേഷമൊക്കെ യേശു സംസാരിക്കുമ്പോൾ മാർത്തയുടെ സംസാരവും മറിയുടെ സംസാരവും എല്ലാം യേശു പറഞ്ഞ വചനത്തെ നല്ല അംശത്തെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ തെളിവാണ്. രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, മാർത്തയ്ക്ക് മാനസാന്തരം ഉണ്ടായി, മാർത്തയ്ക്ക് മനസ്സായി മനം കലങ്ങി ഈ പലതും വിചാരപ്പെട്ട് ഓടി നടക്കാതിരിക്കാൻ അവളെയും കർത്താവ് അവിടെ
അടുക്കൽ യേശുവിൻ്റെ കാൽക്കൽ അങ്ങ് പിടിച്ചിരുത്തി അവൾ ഇരുന്നു. കാരണം യേശു അവരെ സ്നേഹിച്ചു. യേശു മാർത്തയെയും മറിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നുവെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അനുസരിക്കുന്നവരെ യേശു സ്നേഹിച്ചു. ഇവളോട് പറഞ്ഞു, ഇവിടെ കുറവിനെ മനസ്സാക്കി കൊടുത്തപ്പോൾ ഇവളെന്ത് ചെയ്തു? എല്ലാം അങ്ങ് മറന്നു. അവളും യേശുവിൻ്റെ കാൽക്കലിരുന്ന് തൃക്കാൽക്കലിരുന്ന വചനം പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അത് വലിയൊരു കാര്യമാണ്. ദൈവം സ്നേഹിപ്പാൻ അറിയാത്തുന്നു. അതുകൊണ്ടാണ് അവിടെ യേശുവിനെ സ്നേഹിച്ച് അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ആ പ്രശ്നത്തെയും പരിഹരിച്ചു. അവിടെ മനസ്സുണ്ടായിരുന്ന എല്ലാ ആ കാര്യങ്ങളെയും പരിഹരിച്ച് അവിടെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വെളിപ്പെടുത്തലുകൾ, കർത്താവിൻ്റെ സൗരഭ്യവാസന, ആ വചനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന അവിടെ വെളിപ്പെടുവാൻ ഇടയാത്തുന്നു. ആ ഒരു ഭവനമാണ് ലാസറിൻ്റെ ഭവനം. ഏതാണ് ലാസറിൻ്റെ ഭവനം? എന്താണ്? യേശുവിൻ്റെ തിരുവായിൽ നിന്നും ഒഴിഞ്ഞതായ ജീവന്റെ വചനത്തിൻ്റെ സൗരഭ്യവാസന അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായി ലാസറിൻ്റെ ഭവനം. ആ ബേഥ്യാനിയിലെ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെയും ഭവനം തീരുവാനിടയാറ്റുന്നു. ദൈവത്തിൻ്റെ വചനം അവിടെ ആ ഭവനത്തിലും അതിൽ വസിക്കുന്നവരിലും അത് നിറഞ്ഞു നിൽക്കുവാനിടയാറ്റുന്നു. എത്ര ശ്രേഷ്ഠകരമായൊരു കുടുംബമായിരുന്നത്! ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. ഇതാണ് ഇവിടെ പശ്ചാത്തലം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ മാർത്തയ്ക്കും മറിയയ്ക്കും ലാസറിനും യേശുവിൻ്റെ സാന്നിധ്യം. അവർ മറ്റൊന്നുമല്ല ചെയ്തത്, കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുവാൻ അവർ തുടങ്ങി. ആ ഒരു ഭവനമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 11-ാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരിയായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയിച്ചു. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലായില്ല. എന്നിട്ട് ഇങ്ങനെ ആയിക്കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ ലാസർ ദീനമായി കിടപ്പാൻ കഴിയാതെ, അപ്പോൾ ലാസർ ദീനമായി കിടന്നത് കൊണ്ടല്ല യേശുവിനെ അവിടെ കൊണ്ടുവന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ, കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ, ഈ വചനമെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ യേശു പഠിപ്പിച്ചത് അവിടെ മരണവും പുനരുത്ഥാനവുമായിരുന്നു. അപ്പോൾ മരണപുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശുവിന് അവിടെ പ്രായോഗികമായിരിക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വീടാക്കി മാറ്റുവാൻ വേണ്ടി ഈ വചനം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ലാസർ രോഗിയായി തീർന്നു. പിന്നീട് വിചാരിക്കും വചനം കേട്ട് കഴിഞ്ഞാൽ രോഗിയായി തീരുമോ? വിചാരിക്കും ഇതുവരെ കേൾക്കാത്തൊരു സന്ദേശമാണല്ലോ ഇത്. സാധാരണ വചനം കേട്ട് കഴിഞ്ഞാൽ രോഗസൗഖ്യമല്ല ഉണ്ടാകുന്നത്. അതെ, രോഗസൗഖ്യം ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ദൈവവചനം അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലാസർ രോഗിയായി മാറി. മനസ്സിലാക്കണം. അല്ലാതെ ലാസർ രോഗിയായി കിടന്നൊരു രോഗിയായിരുന്നില്ല. എന്തിനു വേണ്ടി ലാസർ രോഗിയായി? ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ലാസർ രോഗാവസ്ഥയിലാകണമെന്നും യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഇവൻ രോഗിയായി തീരണമെന്ന് ദൈവനിശ്ചയമായിരുന്നു. അപ്പോൾ ജീവന്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒരുവനെ അവിടെ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു മരിക്കണമെന്ന് സ്വർഗം തീരുമാനിച്ചതാണെങ്കിൽ യേശു ഒരുവനെ 4 ദിവസം കഴിഞ്ഞ് ഉയർപ്പിക്കുമെന്ന് വെളിപ്പെടുത്തുവാൻ ലാസർ മരിക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് യേശു സംസാരിച്ച വചനം മുഖാന്തരമായി ലാസർ മരണക്കിടക്കയിൽ അവൻ ദീനമായി കിടന്നത്. കൊണ്ടാ കഥ പറഞ്ഞത്, ഈ ദീനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വൈറസ് പിടിച്ചതല്ല, നിങ്ങൾ വിചാരിക്കുന്ന രോഗാത്മാവ് പിടിച്ചതല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മരണം കൊണ്ടുപോകാൻ വേണ്ടി പിടിച്ച ഒരു രോഗമല്ല. കൊണ്ടാ കഥ പറഞ്ഞത്. ഞാനത് വായിക്കുന്നത് മനസ്സിലാക്കി പറഞ്ഞു വന്നതിൻ്റെ ആ സന്ദർഭത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ലാസറിനുണ്ടായ രോഗം അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു രോഗമായിരുന്നില്ല. അവൻ സാധാരണ എല്ലാവർക്കും പ്രായമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ രോഗം പിടിച്ചങ്ങ് മരിക്കും. എന്നാൽ ഇവിടെ ഈ ദീനം പിടിച്ചത് എന്താ? കാര്യം എന്താ?
ദൈവവചനം സംസാരിച്ചപ്പോൾ യേശു കർത്താവ് മരണത്തെയും പുനരുത്ഥാനത്തെയും അതോ അവൻ ജീവനും പുനരുത്ഥാനമാകുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി യേശു അയച്ച വചനം മുഖാന്തരമായിട്ട് ഇവൻ എന്ത് ചെയ്തു? ധീരമായി മരണത്തിന് തന്നെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കറിയാം ശത്രുഘ്ന അഭിനവമിനെ അവിടെ അവരുടെ വിശ്വാസം അവരെ തീരിടത്തക്കവണ്ണമുള്ളതാക്കി മാറ്റി, പ്രതികൂലമായി മാറി. അപ്പോൾ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വരുമ്പോൾ അത് ചില സന്ദർഭങ്ങളിൽ നമുക്കെതിരായിട്ടുള്ള രീതിയിൽ അത് വരുന്നത് നമ്മെ തീർത്ത് കളയാനല്ല, അവിടെ ജയാളികളായി നിർത്താൻ വേണ്ടിയാ അവിടെ വ്യാപരിക്കുന്നത്. അപ്പോൾ ഈ കർത്താവിൻ്റെ സന്ദേശം വചനമൊക്കെ ഈ വീട്ടിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലായിരുന്ന ലാസർ രോഗിയായി മാറി. അതാണ് ഇവിടുത്തെ പശ്ചാത്തലം. ഇവിടെ ഒരു പറയുകയാണ്, ദീനമായി കിടക്കുന്ന ആ സഹോദരന്മാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വമായിട്ട് അത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവവചനം അവിടെ ക്രിയ ചെയ്തത് മരണത്തിനായിട്ടുള്ള ഒരു സാഹചര്യം ഒഴിവാക്കിയത്. കഥ പറഞ്ഞു, ഈ ദീനം ഒരിക്കലും മരണത്തിനായിട്ടുള്ള ദീനമല്ല. പറഞ്ഞ അർത്ഥം സാധാരണമായിരിക്കുന്ന ഒരു രോഗമല്ലിത്. മനസ്സിലായോ? എന്നെ മുതലുള്ള പ്രായമാകുമ്പോൾ എന്തെങ്കിലും രോഗം വന്ന മനുഷ്യൻ മരിക്കണം. അപ്പം അങ്ങനെ മരിക്കേണ്ട ഒരു ദീനമല്ലിത്. നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു രോഗമോ മരണമോ അല്ല ലാസറിന് സംഭവിച്ചിരിക്കുന്നത്. ലാസറിന് അത് സംഭവിക്കണമെന്നുള്ളത് ദൈവനിശ്ചയം, എൻ്റെ ഇഷ്ടമാ. ഞാൻ അവിടെ പോയി സംസാരിച്ച വചനം തന്നെയാ അവനെ ഈ അവസ്ഥയിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത്. കാരണം എനിക്കവിടെ വെളിപ്പെടുത്തുവാനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ദീനം മരണത്തിനായിട്ടല്ല, എല്ലാ ദീനവും മരണത്തിനായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദീനം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഈ ദീനം മരണത്തിനായിട്ട് പറഞ്ഞാൽ അവസാനം ഒരു ദിവസം മരിക്കണം. എന്നാൽ ഇവിടെ കർത്താവ് ഈ ദീനം മരണത്തിനായിട്ടല്ല, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടത്, ഈ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് വെളിപ്പെടുത്തേണ്ടത്, ഈ പിതാവാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് അവനേക്കാൾ ഉപരിയായിട്ട് ആരുമില്ലെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. അതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവനാണ്. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന മോശ, നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികൾ എല്ലാം അതീതരാണ്, ഞാനും പിതാവും എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സന്ദർഭമാണ് ലാസറിന്റെ ഭവനത്തിലുണ്ടായത്. കർത്താവ് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ. നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലേ? കല്ലുകൾ എടുത്തെറിയാൻ തുടങ്ങിയില്ലേ? ഞാൻ ദൈവത്തോട് സമനാക്കി എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ സംസാരിച്ചത്. നിങ്ങൾ എന്നെ എറിഞ്ഞു ഓടിച്ചതല്ലേ? ആ ഒരു രീതിയിലേക്ക് വിട്ടതല്ലേ? ഇവിടെ സംസാരിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, ഇത് അങ്ങനെയാണ് സന്ദർഭം, ഇവരെന്നെ ഓടിച്ചതാ, പക്ഷേ ഞാൻ അവിടെ വെളിപ്പെടുത്തും ഞാൻ ആരാണെന്ന്. രാത്രി മനസ്സിലായോ? സന്ദേശം മനസ്സിലായോ? എന്താണ് ഈ രോഗം? ദീനത്തിനായിട്ടുള്ളതല്ല, അത് മരണത്തിനായിട്ടല്ല, ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഈ പറഞ്ഞയച്ചവരോട് പറഞ്ഞു, ഇത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വന്ന് അയാളയച്ച ആൾക്കാരോട് യേശു പറഞ്ഞു, ഈ ദീനമൊന്നും അത് മരണത്തിനായിട്ടല്ല, ഇത് എന്ത് ചെയ്യും, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു. എനിക്കറിയത്തില്ല അവർ തിരിച്ചു പോയോ ഇല്ലെന്ന് അറിയത്തില്ല. ഏതായാലും തിരിച്ചു വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവർ ആളയച്ചാണല്ലോ, അങ്ങോട്ട് അയച്ചതല്ലേ. അവര് ദീനമായി കിടക്കുന്ന സഹോദരന്മാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം ദീനത്തിനായിട്ടല്ല, ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഈ സംഭവം നിങ്ങൾ പറഞ്ഞത് ഇത് കുഴപ്പമൊന്നുമല്ല, ഇതുകൊണ്ട് മരിച്ച് തീരുന്നല്ല, അത് പ്രയാസം ഉണ്ടാകത്തില്ല, അത് ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുവാനാ. യഹൂദന്മാരായിരിക്കുന്ന അവിടുത്തെ കഠിനഹൃദയരായിരിക്കുന്നവർ പലതും കണ്ടിട്ടും പലതും കേട്ടിട്ടും അവര് ഗ്രഹിക്കാതിരിക്കുമ്പോൾ അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ സ്വർഗീയ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മകനീയമായിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആണ് ലാസർ ദീനമായി കിടന്നത്, ലാസർ ദീനമായി പോയത്. കഥാവത പറഞ്ഞത്, ഇത് ദീനത്തിനായിട്ടല്ല, ഇത് മരണത്തിനായിട്ടുള്ള ദീനമല്ല, ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ സ്വർഗം അറിഞ്ഞിട്ടാണ്, അവന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. നമുക്കൊരു കാനാവിലെ കല്യാണത്തിന് ഒന്നാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും ഇത് തന്നെ സംഭവിച്ചത്. അവിടെ ഒരിക്കലും
വീഞ്ഞു തീർന്ന ഒരു വീടല്ല. കാരണം ആശാർ ഗോത്രത്തിൽപ്പെടുന്ന വീട് ആതിഥേയത്തെ മര്യാദയിൽ രാജകീയ ഭോജനം കൊടുക്കുന്നത് നമ്മൾ ചിന്തിച്ചിരുന്നു. അവിടെ ഒരിക്കലും വീഞ്ഞില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതല്ല. പക്ഷേ വീഞ്ഞ് ദൈവം ഇല്ലാതാക്കി. യേശു വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി നാം ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കുന്നതിനെ ദൈവം അങ്ങ് തീർത്തു കളയും, ഇല്ലാതാക്കി കളയും. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ ഒരിക്കലും ഈ കനാവിലെ വീട്ടിലെ കല്യാണ വീട്ടിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതകളും ഉള്ളതല്ല. അത് നേരത്തെ കരുതി വെച്ചിരുന്നതാ, ഒരു കുറവുണ്ടാകാനുള്ളതല്ല. പക്ഷെ എന്നാൽ അവിടെ ആ വീട്ടിൽ ദൈവം കുറവുണ്ടാക്കി. അത് കുറവ് വരുത്താൻ കാരണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടിയാ. ഇവിടെ ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ രോഗിയായി തീർന്ന് ഇവൻ കിടക്കുമ്പോൾ അവിടെ ദൈവം അറിഞ്ഞിട്ടാണ് അത് രോഗം വന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി. അതാണ് ഇവിടെ കഥ പറഞ്ഞിരിക്കുന്നത്. കഥ പറഞ്ഞു, അവൻ കൊല്ലുകയും അവൻ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. യോവന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവൻ കൊല്ലുകയും അവൻ എന്ത് ചെയ്യുന്നു? അവൻ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ദൈവം ലാസറിനെ കൊന്നു. രാത്രിയിൽ പുതിയൊരു സന്ദേശം ഇതിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവം അവനെ രോഗിയാക്കി, ദീനമാക്കി. ദൈവം അവനെ കൊന്നു. അവൻ കൊല്ലും, അവൻ ജീവിപ്പിക്കുമെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവൻ കൊന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചിട്ട് വേണം. സാധാരണ ഒരു വീട്ടിലൊരു മരണം ഉണ്ടായി, കഥാ അവിടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഏറ്റവും അത് ദൈവമഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണം എല്ലാ ആ ചിന്തകളും പ്രത്യാശകളും കൈവിടപ്പെട്ട് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ദൈവം അവിടെ അവനെ ഉയർപ്പിക്കുന്നത് വരെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ നിരാശയും ഇരുളും മൂകതയും കണ്ണുനീരും കരച്ചിലുമായിരുന്നു. വളരെയധികം പ്രയാസങ്ങളിലൂടെ കുടുംബം കടന്നുപോയി, വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഏകദേശം 4 ദിവസം ആ കുടുംബം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. യേശു കർത്താവ് അറിയാതല്ല ഞാനും നിങ്ങളും പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. ദൈവത്തിന് നമ്മളിൽ ചിലത് പ്രവർത്തിച്ചെടുക്കാൻ വേണ്ടിയാ. ദൈവം വലിയവനെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ നമ്മളിൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടക്കുന്നത്. ഇന്ന് ഈ 2025 പ്രാരംഭ വർഷത്തിന്റെ പ്രാരംഭ ദിവസം ദൈവാത്മാവ് പറയുകയാണ്, അതെ, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടി ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഉരുകിത്തീരാറുണ്ട്. മെഴുകുതിരി ഉരുകിത്തീരുന്ന പോലെ ഉരുകിത്തീരും. എന്നാൽ അതിൽ നിന്ന് ജീവൻ കൊടുത്ത് അതിനെ വീണ്ടും കത്തിച്ച് ജീവൻ കൊണ്ടുവരുവാൻ ദൈവാത്മാവിന് പ്രവൃത്തി കൊണ്ട്. യേശു വന്നിട്ടുള്ള ഒരു ഭവനം പോലും നശിച്ചു പോകുകയില്ല. യേശു കയറിയിട്ടുള്ള ഒരു വീട് പോലും അത് പരിഹാരമില്ലാതെ പോകത്തില്ല. ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി പോലും നശിച്ചു പോകുകയില്ല, പ്രത്യാശയില്ലാതെ പോകത്തില്ല. ഒരുപക്ഷെ ഇന്ന് തകർന്നിരിക്കുന്നു വിചാരിക്കുന്നെങ്കിൽ, ഇന്ന് വല്ലാതെ തകർന്നിരിക്കുകയാണെങ്കിൽ, അത് തീർന്നുപോയെന്ന് വിചാരിക്കുകയാണെങ്കിൽ, യേശുവിന്റെ കാൽപാദം വന്നിട്ടുള്ള, യേശുവിന്റെ സാന്നിധ്യമുള്ള ഒരൊറ്റ കുടുംബം പോലും, ഒരൊറ്റ സഭ പോലും, ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകുകയില്ല. കഥ പറഞ്ഞു, ആരും നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അതാണ് ഇവിടുത്തെ പശ്ചാത്തലം. ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ മെസ്സേജ് എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ദൈവനെ വായിക്കുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം പുതുമ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും പ്രസംഗിക്കാൻ ഇതിനകത്തുണ്ട്, പുതുമകളുണ്ട്. എന്തെല്ലാം വിഷയങ്ങളകത്ത് മർമ്മമായി അടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ഈ ദിനം മരണത്തിനായിട്ടല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് അവനെ ഒരു മരണം വരുന്ന ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൻ കൊണ്ടുപോകാനുള്ള ഒരു അവസാനത്തെ ദീനമൊന്നുമല്ല. ഇത് ഞാൻ അറിഞ്ഞു വരുത്തിയ രോഗമാ. ഞാൻ അവനെ കൊല്ലാൻ പോവുക. കാരണം അവൻ മരിച്ചെങ്കിലേ എനിക്ക് ഞാൻ പുനരുത്ഥാനമാണെന്ന് ഇവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കഥ പറഞ്ഞത്, പേടിക്കണ്ട, പറഞ്ഞേര്, ഇത് മരണത്തിനായിട്ടുള്ളതല്ല, ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന് മഹത്വത്തിനായിട്ട് തന്നെ എത്രയെന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഇവിടെ കണ്ടോ, 3 പേരെയും യേശു സ്നേഹിച്ചത്.
ഞാൻ പറയട്ടെ, മാർത്ത അങ്ങനെ അനുസരണമില്ലാത്ത ഓടി നടക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണോ? അല്ല. അവളുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി. വചനം സംസാരിച്ച് ബലപ്പെട്ടപ്പോൾ അന്ന് അവളതെല്ലാം മാറ്റിവെച്ചു. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞ് നമ്മുടെ കുറവ് വെളിപ്പെടുത്തിയാൽ നമ്മളത് അംഗീകരിച്ചു കൊടുത്താൽ മതി. ജീവിതത്തിന് മാറ്റം വരും. അപ്പോൾ മലനെ ചൊല്ലി മനം കലങ്ങി മനസ്സ് വിഷമിച്ച് എന്തിരുന്നറിയാതെ ഓടി നടന്ന മാർത്തയോട് കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞപ്പോൾ അവള് കർത്താവിൻ്റെ കാൽക്കലങ്ങിയിരുന്നു. ഇന്ന് രാത്രിയിലും ഇരിക്കേണ്ടത് ഇരുന്നാൽ ലഭിക്കേണ്ടത് ലഭിക്കും, പ്രാപിക്കേണ്ടത് പ്രാപിക്കാൻ കഴിയും. കർത്താവ് നിന്റെ വീട്ടിൽ വന്നത് ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ ഒന്നും വന്നതല്ല. ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. നിന്റെ വീട്ടിൽ വന്ന് കയറുന്നത് യാദൃശ്യമായിട്ട് കയറുന്നതൊന്നുമല്ല. ഈ പോയ വഴിക്ക് എനിക്ക് ഈ വീട്ടിനെ കുറിച്ച് എനിക്കറിയാം. ഇവിടെ ആരുണ്ടെന്നും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നും ഭാവി കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്നതിനെ കണ്ടുകൊണ്ടാണ് കർത്താവ് ആ ഭവനത്തിൽ അവിടെ കാലുകുത്തോടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ അവരെ സ്നേഹിച്ചിരുന്നു. യേശു സ്നേഹിച്ച ഭവനം, യേശു സ്നേഹിക്കുന്ന ഭവനമാണ് പലപ്പോഴും കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്, തകർച്ചയിലൂടെ കടന്നു പോകുന്നത്, വേദനയിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ പിൻപിൽ ദൈവത്തിന് നമ്മെ പണിയുവാനുള്ളത് കൊണ്ടാണ്. എന്നാരെങ്കിലും തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ നീ ഒരു കുറ്റം ചെയ്യാതെ തെറ്റും ചെയ്യാതെ അതെ ഈ രാത്രിയിൽ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ മനസ്സാക്ഷിക്കകത്ത് അതെ നമുക്ക് ഒരു കാര്യങ്ങളും കുറവുകളും നമുക്ക് നമ്മുടെ കുറവുകളല്ല ഈ പ്രശ്നങ്ങൾ കാരണമെങ്കിൽ രാത്രി പറഞ്ഞ കർത്താവേ, നിനക്കെന്നെ ഇതിലൂടെ നിനക്കൊരു ഉദ്ദേശം ചെയ്തെടുക്കാനുണ്ട്, അങ്ങേക്കൊരു ഉദ്ദേശം എൻ്റെ കുടുംബത്തിലൂടെ ചെയ്തെടുക്കാനുണ്ടെന്നുള്ളത് ദൈവാത്മാവ് വെളിപ്പെടുത്തുവാൻ അടിയായി തരും. അപ്പം എന്നിട്ടും ഇങ്ങനെ പറഞ്ഞ് അവരെ സ്നേഹിച്ചിരുന്നു. അവരെ 3 പേരെ സ്നേഹിച്ചു. പറഞ്ഞു വന്ന ആൾക്കാർ വിചാരിച്ചു യേശുവിന് സ്നേഹമില്ലെന്നല്ല. അവർക്ക് മനസ്സിലായി യേശുവിന് സ്നേഹമുണ്ട്. പക്ഷേ എന്തോ യേശു ഒരു കൂടെ വന്നില്ല. മറ്റത് യേശു ആര് പറഞ്ഞാൽ അന്നേരം തന്നെ അവർ കൂടെ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചില താമസമൊക്കെ നമ്മുടെ കർത്താവ് അറിയാതെയല്ല, അതിൻ്റെ ആ പരമാവധിയിലേക്ക് എത്തി അതെല്ലാം അതിൻ്റെ രീതി എത്തുമ്പോൾ ദൈവത്തിനറിയാം അവൻ തക്ക സമയത്താ എല്ലാം ചെയ്യുന്നത്. അവൻ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഒരു തിരിച്ചു പോയി പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, മാർത്തയും മറിയയും ലാസനെയൊക്കെ യേശു സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാ പറഞ്ഞത്, ഇത് ദീനത്തിനായിട്ട് ഈ മരണത്തിനായിട്ട് ദീനമൊന്നും അല്ല, ദൈവത്തിനും മഹത്വപ്പെടുത്തണം, ദൈവം മഹത്വപ്പെടുത്തണം. കാരണം ദൈവം വലിയവനാണെന്നും അവൻ അയച്ച പുത്രൻ ദൈവമാണെന്നും യഹൂദന്മാർ കല്ലെറിയാൻ പ്ലാൻ ചെയ്തവനെ കൊല്ലുവാൻ നോക്കിയെടുത്ത് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ, അവന്റെ ഗ്രേറ്റ്നസ് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒരു ലാസന്റെ കുടുംബത്തെ ദൈവം ആ ഒലിവുമലയുടെ താഴ്വാരത്തുള്ള ആ ചെറിയ ഗ്രാമത്തിൽ ദൈവം ഒരുക്കി വെച്ചിരുന്നു. അതാണ് ഈ കുടുംബത്തിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തല ഭാഗം. അവിടെ ഇവർ പോയി ചെന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ടും ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഇപ്പൊ ശിഷ്യന്മാരെ വിചാരിച്ചു കാണും, യേശു അവിടുന്ന് യഹൂദന്മാർ കല്ലെടുത്ത് എറിയെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോന്ന എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടെ വന്നിരുന്നതാ. 2 ദിവസം കൂടി പാർത്തു കഴിഞ്ഞപ്പോൾ യേശു കാത്തിരുന്നത് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയല്ല. ഇവർ മനുഷ്യനല്ലേ, അപ്പം അത് അങ്ങോട്ടും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, നമ്മളിവിടെ എത്ര പ്രാവശ്യം പോയിട്ടുള്ള വീടാ, എത്ര നമ്മൾ ഇടപെട്ടിട്ടുള്ള വീടാ. യേശു എന്നാൽ ഇവർക്ക് അത് മനസ്സിലായി, യേശു എന്തോ അതിൻ്റെ മുൻപിൽ ഒരു കാര്യമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായി. യേശു ഒരിക്കലും അങ്ങനെ മൗനമായിട്ടിരിക്കുന്നവനല്ല. 2 നാൾ കൂടി അവിടെ പാർത്തു. അവിടെ പാർത്തിട്ട് തുറന്നു പറയും, 2 ദിവസം പാർത്തു. അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. കർത്താവ് എഴുന്നേൽക്കും. അവൻ എഴുന്നേൽക്കുന്നത് അവന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. 2 ദിവസം നിന്റെ പ്രാർത്ഥനയുടെ വിഷയം അറിഞ്ഞിട്ടും മൗനമായിട്ടിരിക്കാം യേശു, അനങ്ങത്തില്ല. 2 വർഷം ദൈവം കാത്തിരിക്കും വേണമെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസമോ 2 മണിക്കൂറോ 2 മിനിറ്റോ 2 വർഷമോ ദൈവത്തിനറിയാം എത്ര സമയം വരെ വെയിറ്റ് ചെയ്യാൻ കഴിയുമെന്ന വിഷയത്തിന്മേൽ. പ്രാർത്ഥിച്ച ഒരു വിഷയം പോലും തള്ളിക്കളയത്തില്ല. ദൈവം ശ്രദ്ധിച്ചേർന്ന ഒരു വിഷയം പോലും ദൈവം മറന്നു കളയത്തില്ല. അവന്റെ കാൽക്കലിരുന്ന വചനം പഠിച്ച ലാസറിന്റെയും മാർത്തയുടെയും മറിയുടെയും വീട്ടിലെ വിഷയം കേട്ടിട്ട് യേശു മൗനമായിട്ടിരിക്കും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ.
അവർക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല, പിന്നെ ആർക്ക് വേണ്ടി അധികം പ്രവർത്തിക്കുന്നത്? നിശ്ചയമായിട്ടും പ്രവർത്തിക്കുവാനുള്ള സമയത്ത് യേശു എഴുന്നേൽക്കും. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയുക, ദീർഘശ്വാസം ഇട്ടുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ യേശു പറയും നമുക്ക് പോകാം. സമയമായി ആ വീടിന് വിടുതൽ നൽകുവാൻ, അവിടെ എൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, എൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞ് എഴുന്നേൽക്ക്, നമുക്ക് പോകാം. രാത്രിയിൽ ആ സന്ദേശം നാം കേൾക്കുന്നത് അതേ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമാകുമ്പോൾ ദൈവം തന്നെ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. യേശു ഒരു കാര്യത്തിന് വേണ്ടി എഴുന്നേറ്റാൽ, അവൻ എഴുന്നേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കും. അവൻ രാജാവിനെ പോലെ എഴുന്നേൽക്കും. അവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. രാത്രിയിൽ എൻ്റെ യേശു എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണമാകുന്ന ശത്രു യേശു സ്നേഹിച്ച ലാസറിനെ കൊന്നപ്പോൾ യേശു പറഞ്ഞു എഴുന്നേൽക്ക. അവിടെയാണ് ആ സമയത്തായി യേശു എഴുന്നേറ്റത്. ലാസർ അന്ത്യശ്വാസം വലിച്ചു. അതുവരെ അവൻ കാത്തിരുന്നു. 2 ദിവസം കൂടെ കാത്തിരുന്നു. രോഗം മൂർച്ഛിച്ച ലാസർ പരതിക്കൊണ്ടിരുന്നത് യേശുവിന്റെ മുഖമായിരുന്നു. എന്നെ ഞാൻ സ്നേഹിച്ച എൻ്റെ യേശു വരും. കണ്ടിട്ട് അനേകരെ സൗഖ്യമാക്കിയത്, അനേക രോഗികളെ സൗഖ്യമാക്കിയത്. യേശു വന്നൊന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ, ഒരു വാക്കയച്ചു കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യമാണെന്ന് കണ്ടിട്ടുണ്ട്. കണ്ണടയാൻ പോകുന്ന ലാസർ അവസാനമായി നോക്കിയത് യേശുവിന്റെ മുഖമായിരുന്നു. അവനെ സ്നേഹിച്ച യേശു വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ലാസർ അവസാനമായി കണ്ണടച്ചത്. രാത്രിയിൽ അവന്റെ ആഗ്രഹം യേശുവിനെ കാണണമെന്നായിരുന്നു. നിന്റെ ആഗ്രഹം യേശുവിനെ കാണണമെന്ന ആഗ്രഹത്തോടെയാ കണ്ണടയ്ക്കുന്നതെങ്കിൽ നീ കണ്ണു തുറക്കുന്നതും യേശുവിനെ കണ്ടുകൊണ്ടായിരിക്കും. രാത്രി ശക്തമായ ദൈവത്തിന്റെ ആത്മാവൻ ദൂത് പറയുക, ഈ ലോകത്ത് നിന്ന് വേർപെടുമ്പോൾ എനിക്കെന്റെ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ വേണം കണ്ണടയുവാൻ. അതല്ലെങ്കിൽ ദിവസങ്ങളിൽ നാം ജീവിക്കുമ്പോൾ പറയണം, ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ കർത്താവിനെ കാണുവാനുള്ള ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്. രൂപാന്തരത്തിന് വേണ്ടി ഒരുങ്ങുന്ന ജീവിതമേ, ദൈവസഭയെ, ദിവസങ്ങളിൽ നമുക്ക് പറയാം, എനിക്കെൻ്റെ യേശുവിനെ കാണണം. അവൻ്റെ അവസാന സമയത്തെത്തിയപ്പോൾ എല്ലാവരും നോക്കി അവൻ യാത്ര പറയുമ്പോൾ അത് ഒരു മരണവീടായി മാറിയപ്പോൾ എല്ലാം തീർന്നു. ഈ സഹോദരിമാർ കാത്തിരുന്നു, ആളുകൾ പോയവർ മടങ്ങി വന്നു, യേശു വന്നില്ല, യേശു എത്തിയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മരണത്തിന് കീഴടങ്ങി ലാസർ മരിക്കുവാൻ ദൈവം അവനെ വിട്ടുകൊടുത്തു, മരണത്തിന് വിട്ടുകൊടുത്തു. രാത്രിയിൽ ദൈവം വിട്ടുകൊടുത്താൽ അവനറിയാം, അവൻ നമ്മെ ജയാളിയായി എഴുന്നേൽപ്പിക്കാൻ. എല്ലാ കരകളും ഉയർത്തി സ്തോത്രം ചെയ്താട്ട്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. യേശു എഴുന്നേൽക്കും, അവൻ പ്രവർത്തിക്കും. അവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. മരണമാകുന്ന ശത്രു അവിടെ ആധിപത്യമിട്ട് അവൻ എന്ത് ചെയ്തു? എല്ലാം നിരാശയായി, കരച്ചിലായി, കണ്ണുനീരായി, എല്ലാം കൈവിടപ്പെട്ട ഒരനുഭവത്തിലൂടെ കുടുംബം കടന്നുപോയി. സകലതും തീർന്നു. പരിഹാസങ്ങൾ, നിന്നുകൾ ഒരു വശത്ത് ആശ്വാസത്തിന്റെ വാക്കുകൾ, അങ്ങനെ എല്ലാം കൂടി കൂടിക്കുഴയുന്ന ഒരു സമ്മിശ്ര ഭവനമായി ലാസറിന്റെ ഭവനം തീരുവാനിടയെത്തുന്നു. പിന്നീട് മരിച്ചു കഴിഞ്ഞാൽ അവർ യഹൂദന്റെ പ്രമാണം അനുസരിച്ച് വേഗത്തിൽ തന്നെ അവനെ ശീലകൾ പൊതിഞ്ഞ് അവനെ ശവക്കല്ലറയിൽ വെക്കണം. കാത്തിരിക്കാൻ പാടില്ല. എൻ്റെ യേശു ഒരിക്കലും ഒരു ശവാടക്ക ശുശ്രൂഷയിലേക്ക് വരത്തില്ല കേട്ടോ. അവൻ ശവാടക്കാൻ വേണ്ടി വരുന്നവനല്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാ. യേശു ഒരിക്കലും ഒരു മരണ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടില്ല. അവൻ ഒരുപക്ഷെ മരിച്ചു വിചാരിച്ചാണ് അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടിയെങ്കിലും യേശു വരുമെന്ന് ഇവർ വിചാരിച്ച് കാണാം. അവസാനമായി അവൻ്റെ മുഖം ചുറ്റിക്കെട്ടുമ്പോൾ ആരെങ്കിലും ഇനി കാണാനുണ്ടോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ സഹോദരിമാർ യേശുവിനെ നോക്കി അവസാനമായി ലാസറിനെ ഒന്ന് കാണുവാൻ വേണ്ടി യേശു വരുമെന്ന് അവർ കാത്തിരുന്നു. രാത്രിയിൽ ദൈവാത്മാവ് ഇടപെടുകയ, ജീവിതങ്ങളോട് ഇടപെടുകയ. അതെ, ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നിരാശകളായി മാറുമ്പോൾ, അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, ഇനിയും
ഇനിയും എന്തായിരിക്കും അടുത്തതെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ കുടുംബം കണ്ണുനീരിലേക്ക് താഴുവാൻ ഇടയായിത്തീർന്നു. യേശു സ്നേഹിച്ച കുടുംബം, യേശു ആത്മാർത്ഥമായി സ്നേഹിച്ച് കടന്നു എന്ന കുടുംബം. വിചാരിച്ചു, മറ്റുള്ള പറഞ്ഞു യേശു സ്നേഹിച്ച വീടിന് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മറ്റുള്ള സ്ഥിതികൾ എന്നുള്ള ചിന്തിച്ചു. ഇപ്പൊ പറഞ്ഞു, യേശുവിന്റെ പിന്നാലെ പോയത് കൊണ്ട് എന്താ പ്രയോജനം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അവര് അങ്ങനെ സമ്മിശ്രമായിരിക്കുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയിൽ ആ കുടുംബം കടന്നു പോവുകയാണ്. നാം വീണ്ടും യഹൂദിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ലാസറിന്റെ ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. നടത്തി അവര് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങി. അത് ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു. അവസാനമായി അവർ മുഖം മൂടി അവരകത്ത് വെക്കുന്നതിന് മുമ്പായി ആരെങ്കിലും ഉണ്ടോ കാണാൻ ചോദിച്ചപ്പോൾ അവർ ചിന്തിച്ചു യേശു ഉണ്ടെന്നുള്ളത്, യേശു വരുന്ന. പക്ഷേ യേശു വന്നില്ല. അവർ അവനെ അടക്കം ചെയ്ത് അവർ ഇത് അടക്കം ചെയ്യട്ടെ. യേശു പറഞ്ഞു നമുക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമസ്കാരം നടത്തി ഗുഹയ്ക്കകത്ത് അവനെ കൊണ്ടു വെച്ചു. കല്ല് മുരുട്ടി വെച്ച് അവരവിടുന്ന് വീട്ടിൽ നിന്ന് അവിടുന്ന് പോന്നു. ഇതാണ് പശ്ചാത്തലം. ഞാൻ പറയും, ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. വിചാരിച്ചത് ഈ കല്ലെറിയും എന്നുള്ള യേശുവിനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു രീതി അവർ കണ്ടിട്ടാണ് ഈ യോർദാനക്കരെയുള്ള ബേഥാനിയിൽ, യഹൂദയിലുള്ള ബേഥാനിയിലേക്ക് യേശു പോയത്. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് ലാസറിന്റെ അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ അവനോട്, റബി, നീ ശിഷ്യന്മാർ റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിച്ചല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. എന്നെ കല്ലെറിയാനാ എല്ലാവരും നോക്കുന്നത്, ഞങ്ങളെ കല്ലെറിയുന്നില്ല. കാരണം പ്രധാന പുള്ളിയെ തകർത്താൽ തീർന്നില്ല, പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെതറിപ്പോക്കോളും. ആടുകളെ ഇടയനെ വെട്ടിയാൽ ആട് ചെതറിപ്പോക്കോളും. ഇവർക്കറിയാം കൂടെ നടക്കുന്ന അവരെ ഉന്നം വെച്ചിട്ടില്ല. ശിഷ്യന്മാരെ കൊല്ലണമെന്ന് അവർക്ക് പ്ലാനില്ല, യേശുവിനെ കൊല്ലണമെന്നാണ് അവരുടെ പ്ലാൻ. അത് തന്നെയാണ് വേണ്ടിയത്. ഇന്നത്തെ മഹാപുരോഹിതനും അതല്ലേ പ്രവചിച്ചത്, ഒരുത്തൻ ജനങ്ങൾ മുഴുവൻ നശിക്കാതിരിക്കുവാൻ ഒരുവൻ മരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്ലാൻ അതാ. അപ്പോൾ പറഞ്ഞു, നിന്നെ കല്ലെറിയാൻ വേണ്ടിയാണ് ഭാവിക്കുന്നത്, ഞങ്ങളെയല്ല. പക്ഷേ അന്നേരം പറഞ്ഞിട്ട് മുമ്പോട്ട് പറയാം, നീ പിന്നെയും അവിടെ പോകുന്നുവെന്ന് ചോദിച്ചു. യേശു, പകൽ എന്നെ 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. അതാ പറഞ്ഞു, പകലിന് 12 മണി സമയമില്ലേ, ഞാനിപ്പോഴും വെളിച്ചമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്ത് നടക്കുന്നവൻ ഇടറുന്നില്ല, രാത്രി നടക്കുന്നവൻ ഇടറുന്നു. കഥാ പറഞ്ഞു, നിങ്ങൾ ഇടറിപ്പോകുന്നു വേണ്ട. ഈ പകൽ സമയത്തിന്റെ പ്രവർത്തിക്കാൻ ഞാൻ വന്നിരിക്കും, ഇരുളിന്റെ പ്രവർത്തിക്കല്ല. അപ്പോൾ ഇടറിച്ചു കളയുന്ന, ഇടറിപ്പോകുന്ന ഒരു ശുശ്രൂഷയല്ല എനിക്കുള്ളത്. ക്രിസ്തീയ ശുശ്രൂഷ ഇടർച്ചയുടേതല്ല, ഇരുളിന്റെ ശുശ്രൂഷയല്ല, അത് പകലിന്റെ ശുശ്രൂഷയാണ്, വെളിച്ചത്തിന്റെ ശുശ്രൂഷയാണ്. ഇടറിപ്പോകുന്ന അവസ്ഥയിലുള്ള ഒരു ശുശ്രൂഷയല്ല ദൈവാത്മാവിന്റെ ശുശ്രൂഷ. ഇടർച്ച ഉണ്ടാക്കുന്നതല്ല, അത് ഇടറാനുള്ളതല്ല, വെളിച്ചത്തിൻ്റെതാ. എന്നാൽ ഇരുട്ടിലുള്ളവർക്ക് അത് ഇടർച്ചയായി തീരും. അതാണ് എൻ്റെ വ്യത്യസ്തത. അതാ പറഞ്ഞു, പകലിന് 12 സമയമില്ലേ, അതുകൊണ്ട് നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല, രാത്രി നടക്കുന്നവനോ അവനെ വെളിച്ചമില്ലായിക്കൊണ്ട് ഇടറുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. കഥ പറഞ്ഞു, ഇരുളും രാത്രിയും 12 മണിക്കൂറുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ ഇരുളാകുന്ന മരണം ലാസറിനെ പിടിച്ചു. ആ വീട് ഇപ്പോൾ ഇരുള. എന്നാൽ ഞാൻ പകല, വെളിച്ചമാ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഈ വെളിച്ചമായി എൻ്റെ കൂടെ നിങ്ങൾ വരുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് അത് വെളിച്ചമാക്കാൻ പോവുകയാണ്, അവിടുത്തെ ഇരുൾ മാറ്റാൻ പോവുകയാണ്. എന്താ പറഞ്ഞത്, ഞാൻ വെളിച്ചമാണ്, ലോകത്തിന്റെ വെളിച്ചമായി വന്നവനാ. അപ്പോൾ അവിടെ ആ വീട് പകൽ സമയമാണെങ്കിൽ ഇരുണ്ട് കിടക്കുക, അങ്ങനെയല്ലേ, ഇരുണ്ടുപോയി എന്ന് പറഞ്ഞാൽ മനസ്സെല്ലാം ഇരുണ്ടുപോയി, ഒരു ശ്മശാന മൂകതയായിപ്പോയി, ഇരുളായിപ്പോയി. സൂര്യൻ ഉദിച്ചു നിൽപ്പുണ്ട്, പകൽ നിൽക്കുന്നുണ്ട്, പക്ഷേ ഹൃദയങ്ങളെല്ലാം അത് തകർന്നുപോയി, ഇരുളായി തീരുവാനിടയത്ത് നിന്നു.
ഒരു പ്രതീക്ഷയും പ്രത്യാശയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇടറിപ്പോകുവാടെ എത്തുന്നു. കാലുകൾ വെച്ച് പോകുന്ന അനുഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞത് അവിടെ ലാസറിന്റെ കുടുംബത്തിൽ മാത്തയും മറിയും അവര് വല്ലാതെ ഇടറിപ്പോകുവാടെ എത്തുന്നു. എന്ത് ചെയ്യുന്നറിയാതെ ഭാരപ്പെടുവാടെ എത്തുന്നു. ആ ആ ആ സമയത്ത് കഥ പറഞ്ഞു, നാം അവിടെ പോകാം, വെളിച്ചം കൊടുക്കാൻ പോകുക, ഞാൻ അവനെ ഉണർത്താൻ പോകുക, അവൻ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞു. നിദ്ര കൊള്ളുന്നു പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഉണർത്താൻ പോകുന്നെന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഇവര് കഥ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവരാണ്. എന്നാൽ അവരാരും യേശുവിനെ കളിയാക്കിയില്ല, തമാശ ചോദിച്ചില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്ക്, 4 ദിവസം മരിച്ചിട്ട് മരിച്ചയാളെ കഥ പറഞ്ഞത് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 4 ദിവസം അങ്ങനെ യേശു നാം മാത്രമേ വിളിച്ചാൽ എഴുന്നേൽക്കുള്ളൂ. സാധാരണ ഒരു ഉറക്കാണെങ്കിൽ കഥ ഇവര് ചിന്തിച്ചത് അവൻ ഉറങ്ങുകയാണ്, യേശു ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. അത് അവർ ചിന്തിച്ചത്. അത് ചിന്തിച്ചതാ. നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ ശിഷ്യന്മാർ അത്രയും ബുദ്ധിയില്ലാത്തവരാണോ? അവിടെ അത്രയും പേര് വിളിച്ചിട്ടും ലാസ്റ്റ് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ യേശു ഒന്ന് വിളിച്ചാൽ എഴുന്നേൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അവരാ രീതി ചിന്തിച്ചു. പിന്നെ ഇനി ഗാഠനിദ്രയിലാണെങ്കിലും യേശു എന്ന് വിളിച്ചാൽ എന്ത് എഴുന്നേൽക്കും. മരിച്ചെന്നുള്ളവർക്ക് മനസ്സിലായില്ല. ഒരു കാര്യം മനസ്സിലായല്ലോ. പറഞ്ഞതിന്റെ അർത്ഥം, യേശു പറഞ്ഞ ലാസർ മരിച്ചു, നിദ്ര കൊള്ളുക. അവൻ ഇപ്പോൾ മരിച്ചു. അവനെ ഉണർത്താൻ അവിടെ ആർക്കും പറ്റത്തില്ല. പക്ഷെ ഞാൻ പോയി അവനെ ഉണർത്തും എന്നാണ് കഥ പറഞ്ഞത്. ഇത് വിചാരിച്ചത് ലാസർ നല്ല ഡീപ്പ് സ്ലീപ്പാണ്, ഗാഠനിദ്രയിലായി പോയി. ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് യേശു അവനെ ഉണർത്തുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരിയാ, നീ എന്ന് വിളിച്ചാൽ അവൻ എഴുന്നേൽക്കും. മനസ്സിലായോ? ശിഷ്യന്മാർക്ക് ഉള്ളിലൊരു ഇതുണ്ട്. അല്ലാതെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വേണം ചിന്തിച്ചാൽ മതി. അവിടെ അത്രയും പേര് വിളിച്ചാൽ എഴുന്നേക്കാത്ത ഉറക്കമാണോ നീ എന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്? അതാണ് എൻ്റെ മറുഭാഗം. എന്നാൽ കർത്താവ് പറഞ്ഞതിനെ ശിഷ്യന്മാർ ഉൾക്കൊണ്ടു. അവർക്കറിയാം യേശു പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാ, സംഭവിക്കുന്നതാ. അപ്പം അവർ വിചാരിച്ചു ലാസർ അങ്ങ് ഉറങ്ങിപ്പോയി. ആര് വിളിച്ചാലും ഉറങ്ങാതെ ഉണരാത്തൊരു ഉറക്കം ലാസർ സംഭവിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ പഠിച്ചാലും യേശു എന്തെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിക്കും. അതാണ് വിശ്വസിച്ചത്. അതാണ് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾ വിളിക്കും. അവർ ശിശുക്കളെ പോലെ ചിന്തിച്ചു. മനസ്സിലായോ? യേശുവിന്റെ കൂടെയാണ് ശിഷ്യന്മാര് വലിയ ഇങ്ങനെ ചുഴഞ്ഞ് ചിന്തിച്ച് അതിന്റെ നീ ചെന്നെങ്കിൽ മാത്രമേ വിളിച്ചാൽ ഇത്രയും നേരം കിടക്കുന്നയാൾ വിളിച്ചിട്ട് ആരും എത്രയും പേര് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലേ എന്നൊക്കെയുള്ള മറിയോദ്യം ചോദിക്കാതെ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ യേശുവിനെ അറിയാം. എത്ര ഉറങ്ങിക്കിടക്കുന്ന സുബോധമില്ലാത്ത വ്യക്തിയാണെങ്കിലും ഇവൻ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ എഴുന്നേൽക്കും. രാത്രിയിൽ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇവരതിൻ്റെ ആ ഒരു രീതി അർത്ഥകാലത്ത് തന്നെ ചിന്തിച്ചു. കഥ പറഞ്ഞ നിദ്രയെക്കുറിച്ചും ലാസറിന്റെ രോഗം ഉറക്കമായിരുന്നു, അവനാ ഉറങ്ങിപ്പോയി. അവനെ പലരും വിളിച്ചു, മാർത്ത വിളിച്ചു, മറിയ വിളിച്ചു. ശിഷ്യന്മാരങ്ങനെ വിചാരിച്ചത്. അവിടെയുള്ള എല്ലാവരും വന്ന് വിളിച്ചു, അയൽവക്കാരെല്ലാം വിളിച്ചിട്ടും ലാസർ എഴുന്നേറ്റിട്ടില്ല. പക്ഷെ എന്നാൽ ഇപ്പം കഥ പറഞ്ഞ് നമുക്ക് പോകാം. നമുക്ക് പോയി ഇവർ വിചാരിച്ചു ഇതൊരു രോഗമാണ്, ലാസറിന്റെ രോഗം ഉറക്കമാണ്. അപ്പൊ ആര് വിളിച്ചിട്ട് എഴുന്നേൽക്കാത്ത ഉറക്കം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചില പറയല്ലേ ആര് വിളിച്ചിട്ട് എഴുന്നേൽക്കത്തില്ല. ശരിയാ, ചിലപ്പോൾ അങ്ങനെ ഡീപ്പ് സ്ലീപ്പ് ആകും. പിന്നെ ഇവിടെ എല്ലാവരും കൂടി ഒന്ന് കുലിക്ക് വിളിക്കുക എഴുന്നേൽക്കും. അങ്ങനെയാണ് ഇപ്പൊ അവർ വിചാരിച്ചത്. അവിടെ ആ ആ ശിശുവിൻ്റെ മനസ്സുപോലുള്ള ചിന്താഗതിയാണ് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ശിഷ്യന്മാരുടെ ആ വിശ്വാസം, യേശു പറഞ്ഞതിനെ വേറൊരു തർക്കുത്തരം ഉന്നയിച്ചുകൊണ്ട് അതിനെ ഖണ്ഡിക്കുവാൻ വേണ്ടിയാണ് എഴുതുന്നത്. നമ്മളാണെങ്കിൽ ഞാൻ സാധാരണക്കാരാണ് ചോദിക്കത്തില്ലേ, ഇത്രയും അവിടെ ഇത്രയും പേരുള്ളപ്പം അവർക്ക് ഇവനെ ഉറങ്ങിയിട്ട് ഇവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റിയില്ല, പിന്നെ നീ എന്നിട്ടാണ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ചിലർ ചിന്തിച്ചത് ലാസർ ഉറങ്ങുകയാണ്, യേശു പറഞ്ഞത് ശരിയാണ്. പക്ഷേ അവനെ വിളിച്ചിട്ട് അവനെ എഴുന്നേൽക്കുന്നില്ല. അപ്പൊ നമ്മൾ ചെന്നിട്ട് യേശു എന്ത് എഴുന്നേൽപ്പിക്കും, അതാണ് അവർ വിശ്വസിച്ചത്. എന്ന് പറഞ്ഞു. അവർ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ആ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആ ഹൃദയത്തിൻ്റെ ചിന്തയെ ഞാൻ പറഞ്ഞത്. അവരങ്ങ് കണ്ണടച്ച് വിശ്വസിക്കും. യേശു പറയുന്നതിനെ അങ്ങ് വിശ്വസിച്ചാൽ മതി കേട്ടോ. കർത്താവ് അതാ പറഞ്ഞത്, ജ്ഞാനികൾക്ക് വിവേകികൾക്കൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജ്ഞാനം ഉപയോഗിച്ച് പറയാം അല്ലേ? ആലോചിച്ച് നോക്ക്, യേശു പറഞ്ഞപ്പോൾ തന്നെ ഖണ്ഡിക്കും. അവനെ ഉറങ്ങിക്കട്ടെ, നീ മാത്രമാണോ പോയി അവിടെ ഉണർത്താൻ, നമ്മൾ ചെയ്തിട്ടാണോ ഉണർത്താൻ പോകുന്നത്? ഇവിടെ എത്ര പേരെ വിളിച്ചതാ? എന്നാൽ അവർ വിചാരിച്ചു കർത്താവ് പറഞ്ഞ ശരിയാ, ഈ ഉറക്കം വന്ന ഈ രോഗത്തിൽ അവൻ പെട്ടുകിടക്കുക, അവനെ അൺകോൺഷ്യസ് ആയി പോയി, അല്ലെങ്കിൽ അവന് ബോധക്ഷയമായി പോയി, വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റുന്നില്ല. യേശു എന്നും തൊട്ട് കഴിഞ്ഞാൽ യേശു അവൻ എഴുന്നേൽക്കും. അതാണ് അവരുടെ മനസ്സ് വിചാരിച്ചത്. അപ്പം കർത്താവ് പറഞ്ഞു,
അവർ പറഞ്ഞു അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവൻ സൗഖ്യം വരുമ്പോൾ അവൻ നിദ്ര കൊള്ളുന്നു. ഇപ്പം ഇതിൻ്റെ അർത്ഥം ഇതാ, അവർ മനുഷ്യന്നല്ല വിചാരിച്ചത്, ഒരു ഡീപ് സ്ലീപ്പ്, ഒരു ഗാഠ നിദ്ര, ഒരു ബോധം കെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ടല്ലോ ആൾക്കാർ. അപ്പം അങ്ങനെ കിടക്കുക, ഡീപ്പ് കോമയിലേക്ക് പോയിട്ടില്ലേ? ഉണ്ട്, നമുക്കറിയാം. ചില ആൾക്കാരൊക്കെ ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഇങ്ങനെ ഉറങ്ങിക്കിടക്കും. അങ്ങനെ അവർ കണ്ടിട്ടുണ്ട്, മനുഷ്യനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പോലെ, മരിച്ച പോലെ കിടക്കുന്നുണ്ട്, പക്ഷെ ജീവൻ പോയിട്ടില്ല. ഇവരതാ വിചാരിച്ചത്, അങ്ങനെയാണെങ്കിലും ഈ ഡീപ് കോമായിരുന്ന് യേശു എന്ന് കഴിയുമ്പോൾ അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു വിശ്വാസമൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞപ്പോൾ അവർ എതിരൊന്നും പറയാതെ നിന്നത്. അപ്പൊ കർത്താവ് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ അഴിക്കേണ്ടത്, ഒരുമിച്ചല്ല. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് പെട്ടെന്ന് അതിനെ അഴിക്കാൻ ശ്രമിക്കരുത്, അത് അപകടത്തിലേക്ക് ചെല്ലും. എന്നാൽ യേശു ഇവിടെ ചെയ്ത് കണ്ടോ, എത്ര അതിൻ്റെ ആ ക്രമാനുഗതമായി ഓരോ അടിവെച്ചുള്ള അതിൻ്റെ പരിപാടി കഥാവ് എന്ത് ചെയ്ത് അവിടെ സോൾവ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത്, ദൈവപ്രവൃത്തി എപ്പോഴും എത്ര വലിയ വിഷയമാണെങ്കിലും അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ലാഘവത്തോടു കൂടി അത് ഓരോ സ്റ്റെപ്പുകൾ എടുത്താണ് കർത്താവ് ചെയ്യുന്നത്. ഒരു മലയിലേക്ക് ചാടിക്കയറാനായിട്ട് പറ്റത്തില്ല, അതിന് ഓരോ സ്റ്റെപ്പുകൾ. അപ്പം ദൈവ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. ആദ്യം കർത്താവ് അവിടെ തന്നെ ഇരുന്നു, സ്വസ്ഥമായിട്ടിരുന്നു. എഴുന്നേക്കാമെന്ന് പറഞ്ഞു. എഴുന്നേക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ അവിടുത്തെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു. യേശു പറഞ്ഞു, സാരമില്ല, നമ്മളവിടെ പോകണം എന്നുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് പകലിൻ്റെ സമയമാണ്, ഞാനിവിടെ ഇരിക്കാനുള്ളതല്ല, ഞാൻ ജീവനാണ്, ഞാൻ വെളിച്ചമാണ്, 12 മണിക്കൂർ സമയമുണ്ട്, എൻ്റെ പ്രവൃത്തി തികയ്ക്കുമ്പോഴും ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇരുളായിരിക്കുന്ന, മരണം പിടിച്ചിരിക്കുന്ന ആ ലാസറിൻ്റെ വീട്ടിൽ നമ്മൾ പോകാൻ പോവുകയാണ് എന്ന അർത്ഥത്തിലാണ് കർത്താവ് പറഞ്ഞിട്ട് പറഞ്ഞു ഉറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അവൻ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അവർ അംഗീകരിച്ചു, സൗഖ്യം വരും. ഇവരുടെ മനസ്സ് കർത്താവ് അറിയാം. കർത്താവ് പറഞ്ഞു, യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു പറഞ്ഞത്, ഉറക്കമെന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അവരങ്ങനെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ യേശു സ്പഷ്ടമായ അവരോട് തെളിച്ചു പറഞ്ഞു. ഇവരുടെ ആ മെന്റാലിറ്റിയെ കർത്താവ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി, ആരും മടിയോടുകൂടെ നിൽക്കാതിരിക്കാൻ വേണ്ടി, എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടി കർത്താവിൻ്റെ ഈ സൊല്യൂഷൻ അഥവാ ഈ ഇതിൻ്റെ ഈ കാര്യം അത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ ലാഘവത്തോടു കൂടി ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ പറയാം, ലാസർ മരിച്ചുപോയി, അവിടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആകെ എന്ത് ചെയ്യും? പലരും വരത്തില്ല, കൂടെ പോകുന്നില്ല. നമുക്കത് തുറന്നതാണ് കാണുന്നത്. അവരോട്, ലാസർ മരിച്ചുപോയി, ഞാനിവിടെ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. അതാ പറഞ്ഞു, ഞാൻ സന്തോഷിക്കുക, നിങ്ങളെ വിചാരിച്ച് ഞാൻ സന്തോഷിക്കുക, കാരണം എനിക്കെൻ്റെ ശുശ്രൂഷ തീരാൻ പോകുകയാണ്. അതിനു മുമ്പായി ജീവനും പുനരുത്ഥാനവും ജീവനുമാകുന്ന ഞാനെന്ന് വെളിപ്പെടുത്തണം. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും, കുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നവനും, അന്ധന്മാരെ സൗഖ്യമാക്കി, അതുപോലെ ചെകിടരെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ അപ്പം കൊടുത്തു. ഇതെല്ലാം നിങ്ങൾ കടത്തിന്മേൽ നടന്നു. ഇനി അവസാനമായി ചെയ്യേണ്ട ശുശ്രൂഷകളിൽ അതിപ്രധാനമായ ശുശ്രൂഷ നിർവഹിക്കാൻ പോവുക. അത് നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ശുശ്രൂഷയുടെ സമാപന ദിവസങ്ങളിലേക്ക് അടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നാം പോകാം എന്ന് പറഞ്ഞത്. ഈ യാത്രയോടുകൂടി യേശു ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള അവൻ്റെ യാഗത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പോകുന്നത്. എന്നാൽ അവൻ അവിടെ ചെല്ലുമ്പോൾ പാത്തും പതുങ്ങിയുമല്ല ചെല്ലുന്നത്. ഇവനെ കല്ലെറിയാൻ വേണ്ടി ഓടിച്ചു വിട്ട ആ ആൾക്കാരെല്ലാം അവിടെ ഉള്ളപ്പോൾ ഒരു മരണ വീട് അവിടെ ഒരുക്കപ്പെടുവാൻ ഇടയാത്തീർന്നത് യേശുവിനവിടെ കടന്നു ചെല്ലാൻ വേണ്ടിയാ. അവനവിടെ നേരെ ചെല്ലുവാൻ വേണ്ടിയുള്ള ഒരു വീടായി ലാസറിന്റെ ഭവനം തീരുവാൻ ഇടയാത്തീർന്നു. യേശുവിനെ യഹൂദയിൽ നിന്ന് അവന്റെ മരണത്തിലേക്ക് പോകുന്ന യെരൂശലേമിലെ മരണത്തിൽ ഗോൽഗത്തയിൽ മരിക്കാൻ വേണ്ടി അവനെ യഹൂദയിൽ നിന്ന് പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ വരുന്നത് അവനെ സ്വീകരിക്കുന്ന ഒരു ചുറ്റുപാടുള്ള ഒരു ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. അഥവാ ദുഃഖത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തിൽ വന്നപ്പോൾ ചോദ്യങ്ങളായിട്ട് ആരും എഴുന്നേൽക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. യേശുവിന് പ്രവർത്തിപ്പാനുള്ള സാഹചര്യം ഈ ലാസറിന്റെ വീട്ടിൽ ദൈവം ഒരുക്കിയിരുന്നു.
അതിനുവേണ്ടിയാണ് ലാസർ മരിച്ചത്. യേശുവിന് അവിടെ മടങ്ങി വന്ന് അവിടെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ യേശു ജീവനും പുനരുത്ഥാനവും ജീവനുമാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ആ ഭവനത്തെ ദൈവം ഉപയോഗിപ്പാണ്ടിടയായിത്തീർന്നു. യേശു പറഞ്ഞു, സ്വപ്നോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാ എന്ന് പറഞ്ഞു. നമുക്ക് അവന്റെ അടുക്കൽ പോകാം. ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിചാരിച്ചതുപോലെ അവൻ ഉറങ്ങുകയല്ല, അവൻ മരിച്ചുപോയി. അതെ, സാധാരണമായിരിക്കുന്ന നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി. മനുഷ്യൻ ലോകത്ത് നിന്ന് മരിച്ചാൽ എന്താകുമോ, മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് ഇവിടെ മരിച്ചുപോയത് മാത്രമല്ല, ലാസറിനെ അടക്കവും ചെയ്തു, നാറ്റവും വെച്ചു. ആ ഒരു അവസ്ഥയാണ് അത്. ഇവിടുന്ന് മടങ്ങി 2 ദിവസം കൂടി ചെല്ലണ്ടേ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു പോകുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ച് 2 ദിവസം അവിടെ അറിവ് കിട്ടിക്കഴിഞ്ഞ ശേഷമായി 2 ദിവസം കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, മരിച്ചു, ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് 4 ദിവസത്തെ വഴിയാത്ര കാണുമായിരിക്കും യഹൂദയിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലത്ത്. എനിക്കതിൻ്റെ കൃത്യമായ കണക്കറിയത്തില്ല. ഇനി അതല്ല 2 ദിവസമാണെങ്കിൽ 2 ദിവസം, അതേക്കുറിച്ച് അറിയത്തില്ല, അതേക്കുറിച്ച് കോൺട്രിവേഴ്സി ആക്കണ്ട. ഏതായാലും കർത്താവ് അവിടുന്ന് ഇവിടെ വരുമ്പോൾ 4 ദിവസം കൊണ്ടാണ്, ഈ മരിച്ചതിന് ശേഷമായിട്ട് 4 ദിവസം കൊണ്ടാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവര് അവിടുന്ന് യാത്ര തിരിക്കാൻ വേണ്ടി ആയപ്പോൾ അവൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞു, ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. ഇതിനർത്ഥം ഈ ദിദിമോസിനറിയാം യേശു അവിടെ ചെന്നു കഴിഞ്ഞാൽ യഹൂദന്മാർ കൊല്ലും. അപ്പൊ അവനെ കൊല്ലുന്ന കൂട്ടത്തിൽ നമ്മളെ കൊല്ലും. പക്ഷേ ഞങ്ങൾ പിന്തിരിയുകയില്ല. പക്ഷേ തോമസിനെ കുറിച്ച് ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ്. നല്ല, മരിക്കേണ്ടി വന്നാലും നീ പോകുന്നിടത്ത് ഞാൻ വരും, നമുക്ക് വരാം എന്നാ പറഞ്ഞു. തോമസേ, നീ തീരുവല്ല. നിന്റെ ഉള്ളിൽ ഭയമുണ്ടെങ്കിലും സംഭവിക്കാൻ പോകുന്നത് ദിദിമോസ് മനസ്സിലാക്കി. തോമസിന് മനസ്സിലായി, അതെ, ഇത് ചെറിയൊരു കാര്യമല്ല. യേശു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവനെ കൊല്ലും, നമ്മളെയും കൊല്ലും. പക്ഷേ യേശുവിൻ്റെ കൂടെ നമുക്ക് പോകാം. രാത്രി പറയുക, മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ പോകും. ലാസറിൻ്റെ വീട്ടിലേക്ക്, അത് മരിച്ചു കിടക്കുന്ന ലാസർ, അവനെ എന്താണെന്ന് അവർക്കറിയത്തില്ല. നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ തോമസ് അവിടെ അവിശ്വാസത്തിൻ്റെ വാക്കല്ല പറഞ്ഞത്. അവൻ പറഞ്ഞത്, മരിക്കേണ്ടി വരുമായിരിക്കും, എങ്കിലും യേശുവിൻ്റെ കൂടെ നമുക്കും പോകാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് തോമസിൻ്റെ ജീവിതത്തിൽ പിന്നീട് അവിശ്വാസം കാണിക്കുന്ന എല്ലാം ഉണ്ടെങ്കിലും ഈ വാക്കുകൾ പറയുമ്പോൾ അവൻ്റെ ഉള്ളിലും, അവൻ ഭയത്തോടെയാണ് പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് അവൻ്റെ ഉള്ളിലൊരു ഉറപ്പുണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്ന് അവനെ യേശുവിനെ സ്നേഹിച്ചാൽ മരിക്കേണ്ടി വരും, പക്ഷേ എന്നാലും യേശുവിനെ വിട്ടുപിരിയാൻ സാധിക്കത്തില്ല എന്നവർക്ക്. രാത്രി കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതേ കഥാവോട് പറയാം, കഥാവേ, പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അങ്ങേ വിട്ടുപിരിയാതെ നിന്നോടുകൂടെ സഞ്ചരിപ്പാൻ തോമസ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിന്നോടുകൂടെ വരാം. നിന്നെ അവർ കൊന്നാൽ ഞങ്ങളെ കൂടി കൊല്ലും, പക്ഷേ നിന്നെ വിട്ടുപിരിയാൻ ഞാൻ കഴിയത്തില്ല. രാത്രി കണ്ണുകളടച്ച് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കും. ലാസറിന്റെ കുടുംബത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ദൈവം വെച്ചാൽ നാളെ കഥാവിനെ വെച്ചാൽ വരവ് താമസിച്ചാൽ നമുക്ക് കേൾക്കാം. രാത്രി ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തോമസ് ശിഷ്യന്മാരോട് പറയുക, കൂട്ടുകാരോട് പറയുക, നാം മരിക്കേണ്ടതിന് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാം പോക എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പുറപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിനോട് കൂടെ നിന്ന ശിഷ്യന്മാർ എല്ലാവരും അവനോട് കൂടെ ഒരുപാട് എത്തുന്നു. എവിടേക്കാണ് പോകുന്നത്? ലാസർ മരിച്ചെന്നറിഞ്ഞ ആ വീട്ടിലേക്കാണ് പുറപ്പെടുന്നത്. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ യേശു വാക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മരണപുനരുത്ഥാനത്തെക്കുറിച്ച് എടുത്ത ക്ലാസ്സുകൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ഓർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വെറുതെ വരികയല്ല, യേശുമായിട്ട് അവർ ഒരുമിച്ച് വരുമ്പോൾ അതൊരു യാത്രയായിരുന്നു. ആ യാത്ര മരണമാകുന്ന ഇരുളിനെ മാറ്റി വെളിച്ചമാകുന്ന ക്രിസ്തു പ്രകാശിപ്പിക്കാനുള്ള ഒരു യാത്ര. അവിടുന്ന് യഹൂദിയിൽ നിന്ന് യേശു എവിടെ ശുശ്രൂഷ അവൻ ആരംഭിച്ചുവോ ആ ബേഥ്യാനിയിൽ നിന്ന് യേശു മടങ്ങി വരുന്നത്, ആ യേശുവിലേക്ക് വരുന്നത് ഒരു യാത്രയായിരുന്നു, ഒരു ജയത്രയാത്രയായിരുന്നു. അവനോട് കൂടിയുള്ള ശിഷ്യന്മാരും വരുന്നത് യേശു അവനെ ഉണർത്താൻ പോകുമ്പോൾ, ഉയർപ്പിക്കാൻ പോകുമ്പോൾ നമുക്കവനോട് കൂടെ. അവർക്കത് മനസ്സിലായില്ല.
വിചാരിച്ചു മരിക്കേണ്ടി വന്നാൽ മരിക്കാം, യേശു എന്ത് ചെയ്താലും അവനോട് കൂടെ നിൽക്കാം എന്നുള്ള വിശ്വാസത്തോടെ അവർ വരുന്ന യാത്ര ഇന്ന് രാത്രി മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ട് ആ ശിഷ്യന്മാരും യേശുവും അവിടുന്ന് വരുന്നത് ഇന്ന് രാത്രി ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ വരുന്നത് എവിടേക്കാണ്? ഒരു ഒറ്റ ലക്ഷ്യസ്ഥാനമാണുള്ളത്, ആ ലാസറിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ്. രാത്രി യേശു നമുക്ക് മുന്നായി അവൻ നമുക്ക് വേണ്ടി യാത്ര ചെയ്ത് വരും. അവൻ ഇടപെടുവാൻ വേണ്ടി വരും. അവൻ അവൻ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിപ്പാൻ വേണ്ടി എഴുന്നേൽക്കും. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എത്തുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ സമയത്തല്ല, അവന്റെ സമയത്ത് വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വചനത്തിൽ സൂക്ഷിക്കുക വിരാമപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവച്ചാൽ നാളെ വീണ്ടും കാണാം. അതുവരെയും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.